Morning. Good morning, Miss. Good morning, ma'am. Hi. Activity എല്ലാവരും റെഡിയാണോ? റെഡിയാണ് മാം. ഇന്ന ആക്ടിവിറ്റി കുറച്ച് പേര് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യില്ല കേട്ടോ. പിന്നീട് വേറെ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ മാത്രം ഉൾപ്പെടുത്തുള്ളൂ. അതിൽ നമ്മുടെ പോർഷൻസ് ഇല്ല കേട്ടോ. ഓക്കെ. ഓക്കെ. മാം വിളിക്കാനുള്ള പേര് എഴുതിയിരുന്നോ? ഞാൻ വിളിക്കാം. ഓക്കെ. യെസ്. Good morning, ma'am. Good morning. Morning. Good morning, ma'am. Morning. ഞാൻ പേഴ്സണലി ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ എന്റെ കാര്യം മാത്രമാണ് ചോദിക്കുന്നത്. നിങ്ങള് പേഴ്സണലി എന്റെ ക്ലാസ്സുകളിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? Yes, ma'am. Yes, ma'am. Yes, ma'am. ശരിയാണ് സത്യമായിട്ട് പറയുന്നത്. Satisfied ആണ് മാം. മാം ഫസ്റ്റിലൊക്കെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഓക്കെയാണ്. ഫസ്റ്റ് മീൻസ് ഒരു ഫസ്റ്റത്തെ 2-3 ക്ലാസ് കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഓക്കെയാണ് മാം, ഇപ്പൊ അടിപൊളിയാണ്. മാമിന്റെ വേ ഓഫ് ടീച്ചിങ് അന്ന് പറയാൻ എന്താണ്? അന്ന് 2-3 ക്ലാസ് ഓക്കെ അല്ലായിരുന്നു പറയാൻ എന്താണ്? പിന്നെ ഓരോ ക്ലാസ് കൂടുന്തോറും ഓക്കെ ആയിട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ പറഞ്ഞില്ല മാം. Good morning, ma'am. Good morning. മാം പ്രയർ പറയാട്ടോ. എന്റെ ഏത് ക്ലാസ് ആണ് ഉമ്മു ഹബീബ മനസ്സിലാവാതിരുന്നത്? അയ്യോ മാം അങ്ങനെ ചോദിക്കരുത്. ഫസ്റ്റില് കേറിയ സമയത്തെ ഒരു അങ്ങനെ ഇന്ന ക്ലാസ് എന്ന് ഓർക്കാൻ പറ്റില്ല, പക്ഷെ ഒരു എന്താ പിന്നെ ഓക്കെയാണ്. ഇപ്പൊ കുഴപ്പമില്ല, ശരിക്കും ഓക്കെയാണ്. മാം എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? ഇല്ല, ചോദിച്ചെന്നുള്ളൂ കേട്ടോ. മാം ഇതുപോലെ ഫ്രണ്ട്ലി ആയിട്ട് അന്ന് സംസാരിച്ചിരുന്നില്ല തോന്നുന്നു. ചിലപ്പോ അതായിരിക്കാം മേ ബി ഞങ്ങക്ക് തോന്നിയിരുന്നത്, അല്ലെ എനിക്ക് തോന്നിയിരുന്നത്. തുടക്കത്തില് മാം എല്ലാം മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടല്ലേ ഞങ്ങളായിട്ട് സംസാരിക്കാനായിരുന്നോ? ആ ഒരു ഇതാണ്. ഓപ്പൺ ആണ്, ചിലപ്പോ അതുകൊണ്ടായിരിക്കാം മാം. ഓക്കെ, ശരി. ഓക്കെ, പ്രയർ ആരാണ്? ഞാൻ തന്നെയാണ് മാം. പഠിക്കോളൂ. ഞാനൊരു മുസ്ലിം പ്രയറാണ്. എന്റെ ഒരു 6th വരെ ഞാനൊരു മുസ്ലിം സ്കൂളിലായിരുന്നു. അപ്പൊ മുസ്ലിം പ്രയറാണ് പാടാൻ. ശബ്ദപിശാചിൽ നിന്നല്ലാഹുവിങ്കൽ ശരണം പ്രാപിക്കുന്നു ഞങ്ങളെന്നും. കാരുണ്യവാനും
കരുണാനിധിയുമായി അല്ലാവിൻ നാമത്താലോതിടുന്നു. സർവസ്തുതികളും പ്രപഞ്ചമാകെയും കാത്തിടും അല്ലാഹുവിനു മാത്രം. നിന്നോടു മാത്രം ഞങ്ങൾ ആരാധിച്ചിടുന്നു, നിന്നോടു തന്നെ തുണ തേടുന്നു. ചൊവ്വായ മാർഗത്തിൽ ചേർക്കു നീ ഞങ്ങളെ, നീ നന്മ ചെയ്തോരേ മാർഗം തന്നിൽ. നിൻ കോപമേറ്റോരും മാർഗം പിഴച്ചോരും അല്ലാത്ത സഞ്ജന കൽപ്പതാമിൽ. ആമീന ആമീന റബ്ബൽ ആലമീന, ആമീൻ യാ റബ്ബന ആമീൻ ആമീൻ. താങ്ക് യു മിസ്. വെരി ഗുഡ്, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. ഇനി തോട്ട് ഓഫ് ദ ഡേ. Quote of the day ഞാൻ പറയാം മാം. Quote of the day: full effort is full victory. Written by Mahatma Gandhi. Thank you ma'am. Okay. സൈൻ ഇൻ പറയട്ടെ മാം. Sign in. ഓക്കെ. ഞാൻ ശാന്തി ഫ്രം കാസർഗോഡ്. ഷോർട്ട് സ്റ്റോറിയാണ് മാം. ദൈവത്തിന്റെ കാവൽ. അന്നായിരുന്നു ആ വാർത്ത ജനതയുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നത്. ശാന്തി കൂളായിട്ട് സമാധാനമായിട്ട് പതുക്കെ പറയട്ടോ. നല്ലൊരു റേഞ്ച് ഉള്ള സ്ഥലത്തിരുന്നേ. പതിയെ പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, ഒന്ന് ശ്വാസം എടുത്ത് വിട്ടിട്ട് നന്നായിട്ട് പറയാം. ഓക്കെ മാം. ഓക്കെ. ദൈവത്തിന്റെ കാവൽ. എന്നായിരുന്നു ആ വാർത്ത ജനതയുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നത്. ഒറ്റപ്പാലത്തെ സാവിത്രിയും കൃഷ്ണനും ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു. ആ നാട്ടിലെ അറിയപ്പെടുന്ന കുടുംബമായിരുന്നു അവരുടേത്. ദൈവമേ, ആ കുഞ്ഞുമക്കൾ അനാഥരല്ലോ. ആരുണ്ടവർക്കിനി? എല്ലാ മനുഷ്യരും പരസ്പരം പെരുവർത്തു. അപ്പോഴാണ് മാലാഖയെ പോലെ ആ അമ്മ കടന്നു വന്നത്. അമ്മയുടെ പേര് ഭാനുമതി എന്നായിരുന്നു. എന്റെ മക്കൾ അനാഥരല്ല, ഞാൻ അവരെ വളർത്തും, എന്റെ സ്വന്തം മക്കളെ പോലെ. എന്തോ ഒന്ന് പറഞ്ഞോട്ടെ. ആ ശാന്തി പതിയെ പറഞ്ഞു, കഥയല്ലേടോ, പതിയെ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ. ണ്ടോ ശാന്തിക്ക്? ഇല്ല. എന്നാ പതുക്കെ പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവില്ലല്ലോ എന്താണ് സ്റ്റോറി കേട്ടോ. പതിയെ പറഞ്ഞാൽ മതി. ആദ്യം തൊട്ടേ പറയണോ? ഇല്ല, അവസാനിച്ച എവിടെ ഉടനടി പറഞ്ഞു. ആ. മാതൃസ്നേഹവും വാത്സല്യവും ആ വാക്കുകളിൽ നിറഞ്ഞു തുളുമ്പിയിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ആ മക്കളുടെ ഇളയമ്മയായിരുന്നു. അവർക്കും ഒരു മകൻ ഉണ്ടായിരുന്നു. കാലം കുറെ കഴിഞ്ഞുപോയി. ആ കുഞ്ഞുമക്കൾ വളർന്നു. അവരുടെ പേര് ചിന്നു, മിന്നു എന്നായിരുന്നു. രണ്ടുപേരും വളരും തോറും ഇളയമ്മയുടെ പെരുമാറ്റത്തിലും മാറ്റം സംഭവിക്കാൻ തുടങ്ങി. അവഗണനയും കുറ്റപ്പെടുത്തലുകളും ദിനം പ്രതി വർദ്ധിച്ചു വന്നു. എല്ലാ മനുഷ്യരും അവരെ സഹതാപത്തോടെ നോക്കുവാൻ തുടങ്ങി. സ്കൂളിൽ ചേർക്കേണ്ട പ്രായമായപ്പോൾ ഇളയമ്മ രണ്ടുപേരെയും തൊട്ടടുത്തുള്ള സ്കൂളിൽ ചേർത്തു. അവിടെ അവർക്ക് ധാരാളം കൂട്ടുകാരെ കിട്ടി. പഠിത്തത്തിന്റെ കാര്യത്തിലും അവർ ഒന്നിനൊന്ന് മികവ് പുലർത്തി. അതുകൊണ്ട് തന്നെ അധ്യാപകർക്കെല്ലാം ആ അനാഥ കുഞ്ഞുങ്ങളെ വളരെയധികം ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രക്ഷിതാക്കളുടെ മീറ്റിംഗ് വിളിച്ചു. എല്ലാ മാതാപിതാക്കന്മാരും അന്ന് അവരവരുടെ മക്കളുടെ കൂടെ ഇരുന്നു, വളരെയധികം ആനന്ദത്തോടെ. ചിന്നുവിനും മിന്നുവിനും വളരെയധികം സങ്കടമായി. അവരുടെ കൂടെ ഇരിക്കാൻ ആരാണുള്ളത്? എന്നാൽ ഇളയമ്മയാകട്ടെ സ്വന്തം മകളുടെ ക്ലാസ് മുറിയിൽ ഇരിക്കുകയായിരുന്നു. കൂട്ടുകാരെല്ലാം ചിന്നുവിനെയും മിന്നുവിനെയും തന്റെ മാതാപിതാക്കന്മാർക്ക് പരിചയപ്പെടുത്തി. ആ സ്നേഹവും വാത്സല്യവും കണ്ടപ്പോൾ ഞങ്ങൾക്കും ഇതുപോലൊരു മാതാപിതാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ വളരെ സങ്കടത്തോടെ ചിന്തിച്ചു. ദൈവവിശ്വാസം കൂടുതലായതുകൊണ്ട് തന്നെ തങ്ങളുടെ വിഷമങ്ങളും പരാതികളും എല്ലാം അവർ ദൈവത്തിനോട് പറയുമായിരുന്നു. ഓരോ ദിവസം കഴിയും തോറും വീട്ടുജോലി വർദ്ധിച്ചു കൊണ്ടിരുന്നു. രണ്ടുപേർക്കും ഒന്നിനും സമയമില്ലാതായി. എല്ലാ ദുരിത പ്രയാസങ്ങൾക്കൊടുവിൽ അവരുടെ സ്കൂൾ പഠനം പൂർത്തിയായി. എല്ലാവരും ചിന്നുവിനെയും മിന്നുവിനെയും ഒരു ബാധ്യതയായി കാണാൻ തുടങ്ങി. തുടർന്ന് പഠിക്കാൻ മാർഗമില്ലാതെ വന്നപ്പോൾ അവർ ജോലിക്ക് പോകാൻ തുടങ്ങി. ചില നേരങ്ങളിൽ അവർക്ക് ഭക്ഷണം പോലും കിട്ടാതെയായി. വിശപ്പിന്റെ വേദന അറിഞ്ഞ് മുന്നോട്ട് നീങ്ങേണ്ട ധാരാളം ദിനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. അപ്പോഴാണ് ദൈവത്തെ പോലെ ഒരു മനുഷ്യൻ ആ അഗതികളുടെ ജീവിതത്തിലേക്ക്
കടന്നു വന്നത്. അയാൾക്ക് ചിന്നുവിനെ വളരെയധികം ഇഷ്ടമായി. നിറം മങ്ങിയവളായിരുന്നെങ്കിലും അവൾ സുന്ദരിയായിരുന്നു. അവളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അറിഞ്ഞ് ഒരു ജീവിതം കൊടുക്കാൻ ആ മനുഷ്യൻ തയ്യാറായി. നിറം മങ്ങിയ ജീവിതത്തിൽ ഒരു പ്രകാശമായി അയാൾ കടന്നു വന്നു. സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു കുടുംബജീവിതം ദൈവം അവൾക്കായി ഒരുക്കിയിരുന്നു. മിന്നുവാകട്ടെ തന്റെ ജോലി തുടർന്നു പോന്നു. ദൈവം മിന്നുവിനും ഒരു നല്ല കാലം വാഗ്ദാനം ചെയ്യട്ടെ എന്ന പ്രത്യാശയോടെ. ആരുമില്ലാത്തവർക്ക് ദൈവം കാവലായി ഉണ്ടാകും. താങ്ക് യു മാം. ഓക്കെ, നൈസ്. ഇതെവിടെ നിന്നാണ് ഇത് കഥ? ഇത് ഞാൻ തന്നെ എഴുതിയ സ്റ്റോറിയാ, എന്റെ തന്നെയാ. ആണോ? നന്നായിട്ട് കേട്ടോ. ഇത് അവളുടെ തന്നെ കഥയാണ് മാം. ഓക്കെ, വേറൊരു അവസരത്തിൽ ഒന്നുകൂടി പറയണം കേട്ടോ ശാന്തി. ഗ്രൂപ്പിൽ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളെല്ലാരും വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് പറഞ്ഞു അതെന്റെ സ്വന്തം കഥയാണെന്ന്. എവിടെയൊക്കെ എന്തൊക്കെ കേൾക്കാതെ കിട്ടുമോ, എന്താണ് ഒന്നുകൂടി പറയണോ പറഞ്ഞു കേട്ടോ. ഓക്കെ, ശരി. ശാന്തി ഇങ്ങനെ കഥയും കവിതയും എഴുതാറുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് എഴുതാം. ശാന്തി ചെറിയ കുട്ടിയാണോ അല്ലെങ്കിൽ മാരീഡ് ആണോ? മാരീഡ്, 2 മക്കളുണ്ട്. ശബ്ദം ചെറുതായതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ. വെരി ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. സോറി, ഗുഡ് മോർണിംഗ് ടു ഓൾ. സമയം നോക്കി ഇത്ര സമയത്താണ് പറഞ്ഞേട്ടാ. എല്ലാവർക്കും സുഖമായിരിക്കുന്നോ? യെസ് മാം. സുഖമായിരിക്കുന്നു മാം. നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? നോമ്പ് അടിപൊളിയായിട്ട് പോകുന്നു. ചൂടില്ലെങ്കിൽ കുഴപ്പമില്ല. നല്ല ചൂടാണ് മാം. പിന്നെ വേറെ എന്താണ്, നോമ്പ് വിഭവങ്ങളൊക്കെ നന്നായിട്ട് ഉണ്ടാക്കാറുണ്ടോ? വെറൈറ്റി? പിന്നല്ല, നോമ്പിന് സമയത്ത് മാത്രമേ അങ്ങനെ ഉണ്ടാക്കാറുള്ളൂ. ഫുഡ് ഉണ്ടാക്കുന്ന പണി തന്നെ ഉള്ളൂ. ഇന്നലെ എനിക്കൊരു നോമ്പ് തുറവുണ്ടായിരുന്നു. അങ്ങനെ എന്തായിരുന്നു സ്പെഷ്യല്? അവിടെ എല്ലാം ഉണ്ടായിരുന്നു. സമൂസ, ബജി, പിന്നെ ജ്യൂസ് എല്ലാം ഫുൾ. പിന്നെ പൊറോട്ട, വീശപ്പം, പൊറട്ടി, ചിക്കൻ, മട്ടൻ. ഇത് റംസാന്റെ നോമ്പല്ലേടോ അല്ലേ? അതെ, റംസാനാണ്. നമ്മള് ആ നിലാവ് കാണുന്ന സമയത്തല്ലേ നിങ്ങളത് അവസാനിപ്പിക്കുന്നത് അല്ലേ? നിലാവ് തുടങ്ങും, പിറകിന്റെ അവസാനിക്കും. ഈദുൽ ഫിത്തറാവും. നമുക്ക് ക്ലാസ് ഉള്ള ദിവസമാണെങ്കിൽ റംസാൻ നമുക്ക് ആഘോഷിക്കാം ക്ലാസ്സിൽ. ഞങ്ങള് ഡിസ്കസ് ചെയ്യുന്നുണ്ട് മാം ഇപ്പോ ചെറിയ രീതിയിൽ. രസ്ന ഒരു സെലിബ്രേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് മാം, ഒരു വീഡിയോ പോലെ. ചെയ്യുമ്പോ സെൻഡ് ചെയ്യാം കേട്ടോ, വാട്സപ്പിൽ ഇടാം. വീഡിയോസ് ഉണ്ട്, നമുക്ക് ലൈവായിട്ട് നമുക്ക് ക്ലാസ് ചെയ്തുകൂടെ? ഒരു കാര്യം, ഇത് കാര്യമാണോ? അന്ന് ക്ലാസ് ഉണ്ടാവില്ലല്ലോ. ഫ്രൈഡേ പറ്റത്തോളല്ല. ഇവിടെ ഒഴിവരാന്ന് തോന്നുന്നില്ല, ക്ലാസ് ഉണ്ടാവും. പെരുന്നാളിന്റെ അന്നുണ്ടാവും. നമ്മള് അങ്ങനെ അറിയില്ല, ചോദിക്കട്ടെ എങ്ങനെയാന്ന്. പെരുന്നാളിന് ലീവ് ഇട്ടിട്ടില്ലെങ്കിൽ ആരും ക്ലാസ്സിലുണ്ടാവില്ല കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞോളൂ. പിന്നെ ലീവ് വരാതെ അതേ മുന്നത്തെ ദിവസമല്ലേ നമ്മളെല്ലാം ആഘോഷിക്കാറ്. ആ ദിവസം നമുക്ക് കിട്ടാറില്ലല്ലോ എന്താണെങ്കിലും. അഡ്വാൻസ് ആയിട്ടല്ലേ നമ്മൾ ആഘോഷിക്കാറ്. അഡ്വാൻസ് ആയിട്ട് ഒരു ദിവസം ആ ഒരു ഏകദേശം ലാസ്റ്റ് ആവുന്ന സമയത്ത് നമുക്കറിയാലോ, ഡേറ്റ് പറഞ്ഞാൽ മതി. ഈ മന്ത് 31 അല്ലെങ്കിൽ 1-ാം തീയതി, അതായിരിക്കും ലാസ്റ്റ്. ഏത് മാസമാണ് ഈ മന്ത്? ഇപ്പോ നോമ്പ് 20 നോമ്പായി, ഇന്ന് ഇല്ലാത്ത നോമ്പ്. ഇനി 10 നോമ്പോ അല്ലെങ്കിൽ 9 ഉണ്ടാവുള്ളൂ. 9 or 10 എത്ര ഉണ്ടാവും? നമുക്ക് നെക്സ്റ്റ് ഫ്രൈഡേ ഒക്കെ പറ്റുമോ? നെക്സ്റ്റ് ഫ്രൈഡേ പറ്റുമല്ലോ. എന്തുവാണ് മാം? മാം നെക്സ്റ്റ് ഫ്രൈഡേ 28-ാം തീയതി. പറ്റും മാം. പറ്റും. അപ്പൊ നെക്സ്റ്റ് ഫ്രൈഡേ നമുക്ക് റംസാൻ സെലിബ്രേഷൻ ആണ് കേട്ടോ. ഓക്കെ മാം. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം എന്താണ്? ഞങ്ങൾ വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്തോ, അതായത് നമുക്ക് ലൈവ് ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പാട്ട് പാടാൻ പറ്റും, ഡാൻസ് കളിക്കാൻ പറ്റും,
യെസ്, ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഡാൻസ് ആണ്. ഡാൻസ് മീൻസ് നല്ലൊരു ഒപ്പന നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? അതെങ്ങനെ മാം, ഞങ്ങൾ അടുത്തില്ലല്ലോ. മാം എല്ലാവർക്കും കൂടെ വീഡിയോ ഓൺ ചെയ്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയാണോ? അല്ല, ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും നിങ്ങളിപ്പോ സൂം മീറ്റിംഗ് ഒക്കെ ചെയ്യുന്നല്ലേ എല്ലാവരും? ആ വേണ്ട, സൂം മീറ്റിംഗ് വേണ്ട, ഒരു വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കാം. അയച്ചു കൊടുത്തിട്ട് സിമ്പിൾ സ്റ്റെപ്പ്, അല്ലെങ്കിൽ ഒരാൾ ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ ആരംഭിക്കാൻ അത്യാവശ്യം അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഇതിൽ ആരാണോ ഒപ്പനയൊക്കെ ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ കേട്ടോ. മനസ്സിലായോ? മാം കൈ കൊട്ടുന്നത് മാത്രം മതി, അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വിധത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇല്ല, കഴിവട്ടല്ല, കുറെ കാര്യങ്ങളുണ്ട്, ഞാൻ പറയട്ടെ. അതായത് ഒരു മണവാട്ടി വേണം നമുക്ക്. ഒരു മണവാട്ടി ഉണ്ടായിരിക്കണം. അപ്പൊ എനിക്ക് മണവാട്ടി ഇല്ലാതെ പിന്നെ എന്തൊപ്പന? മാമിന് മണവാട്ടിയാക്കാം. ഇല്ല, ഞാനില്ല, നിങ്ങൾ ആരെങ്കിലും ഒരാള്. ആരാണ് റെഡി ആവുന്നത്? പോസിബിൾ ആകും കേട്ടോ. രസ്നെ കൊണ്ട് കളിപ്പിക്കണം. അല്ല, ഇതിലൊരു കാല് വയ്യാതെ ഒരാൾ ഇരിക്കേണ്ട, സെലീന ആവട്ടെ. അപ്പൊ സെലീനക്ക് അങ്ങനെ അടങ്ങിയിരിക്കാലോ. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ആര് വേണമെങ്കിൽ ആവുക. ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആവാ. നിങ്ങൾക്ക് ഒരു നല്ലൊരു ഭംഗിയുള്ള എന്തായാലും ഒരു ചുരിദാറുണ്ടാവും അല്ലെ? എല്ലാവർക്കും ഉണ്ടാവും, ഉണ്ടല്ലോ. ഒരു തട്ടുവിടാം, അവര് വെറുതെ ഇരുന്നാൽ മതി, പക്ഷെ എക്സ്പ്രഷൻ ഇടണം. ഇവര് കാണിക്കുന്ന കൈത്താളത്തിന് എക്സ്പ്രഷൻ കൊടുക്കണം. ആരാണോ കാണിക്കുന്ന എക്സ്പ്രഷൻ അതിനനുസരിച്ച് മണവാട്ടി എങ്ങനെയാണ് കാണിക്കുന്ന എക്സ്പ്രഷൻസ്, ആ നാണം, പുഞ്ചിരി, പിന്നെന്താ പറയാ, പല വിധത്തിലുള്ള പോസിങ്, നോട്ടം, ഇതൊക്കെ മണവാട്ടി കാണിക്കണം. വെറുതെ എങ്ങനെ ഇരിക്കാന്ന് വിചാരിക്കണ്ട കേട്ടോ. ഓക്കെ, ഇനി കളിക്കുന്നവരെല്ലാവരും ക്യാമറ ഓൺ ചെയ്തിട്ട് നിങ്ങൾ അവിടെ പതിയെ കൊട്ടാൻ, എല്ലാവരും ഇവിടെ കൊട്ടാൻ പറ്റുന്ന പതിയെ കൊട്ടാം. നല്ലൊരു പോസ്റ്റിൽ ഇങ്ങനെ കൊട്ടരുത്, പതിയെ കൊട്ടിട്ട് 3-5 സ്റ്റെപ്പുകൾ. ഓക്കെ, പാടി കളിക്കുന്നവരാണെങ്കിൽ 2 പേര് പാട്ട് പാടുക, 2 പേര് പാടുക. ഓക്കെ, 2 പേരെ ഒരുമിച്ച് ഒരേ രീതിയിൽ പാടാൻ നോക്കുക. ബാക്കിയുള്ളവർ ആരാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കളിക്കുന്നത്, ആരാണോ അവര് കളിക്കുക, മണവാട്ടി അവിടെ ഇരിക്കുക കേട്ടോ. എന്തായാലും 8 പേരെ നമുക്ക് സ്റ്റേജിൽ കാണാൻ പറ്റുമോ? എല്ലാവരെയും കാണാൻ പറ്റില്ല, 8 പേരെ ഇങ്ങനെ കാണാൻ പറ്റുമോ? അതെന്താണ് സിന്ധു അങ്ങനെ പറഞ്ഞത്? ഇല്ല, ഞങ്ങളുടെയൊക്കെ ഒരു റേഞ്ച് വെച്ചിട്ടേ. തമന്നയുടെ പിന്നെ ആരാണ് ഹബീബിയുടെ ഒക്കെ അവരുടെ ആഘോഷത്തിൽ നമ്മളും കൂടി പങ്കെടുക്കണ്ടേ? നമ്മളും കൂടെ അവരുടെ കൂടെ നിൽക്കണ്ടേ? ഓക്കെ, നമ്മുടെ ഓണത്തിന് നിങ്ങൾ ആദ്യം പറ്റുമെന്ന് വന്ന് ചെയ്ത് നോക്കാം. പറ്റില്ലെന്നാണെങ്കിൽ നമുക്ക് വിടാം. അങ്ങനെ ചെയ്യരുത്, ചെയ്യണം കേട്ടാ. ചെയ്യാം മാം, സ്റ്റെപ്പ് ഒക്കെ ഞാൻ കോർഡിനേറ്റ് ചെയ്തോളാം, സെറ്റ് ആക്കിക്കോളാം. പാട്ട് ഞാൻ പാടാം. പാട്ട് ഞാനും വേറെ ആരെങ്കിലും പാടാം. ഓക്കെ, അപ്പൊ അത് സെറ്റ് ആണ് കേട്ടോ. ഇനി വേറെ ഇൻഫർമേഷൻ ഒന്നും തരാനില്ല. നിങ്ങൾ നിങ്ങളുടേതായ ഐഡിയയിൽ അത് ക്രിയേറ്റ് ചെയ്യാം. ഇതൊരു ചരിത്രമാകും. ചരിത്രമാണോ? മാം ഇതിന് മുന്നേ ഇങ്ങനെ കളിച്ചിട്ടുണ്ടോ? ഇല്ല, നല്ല പറഞ്ഞത് ചരിത്രമാണോ? മാമിന് നല്ല കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഞങ്ങൾ ഇത്രയും കോൺഫിഡൻസോ? അതാണ് അല്ലേ മാം? ചെയ്യിപ്പിക്കണേന് വേറൊരു ഉദ്ദേശവും കൂടി ഉണ്ട്. ഇത് മാത്രമല്ല, നമുക്ക് വേറൊരു ആക്ടിവിറ്റി വരുന്നുണ്ട്. അത് ദുരുദ്ദേശമാണെന്ന് തോന്നിയിരുന്നു. അതെ, ഞാൻ പറയാം. പൂതപ്പാട്ട് കേട്ടിട്ടില്ലേ നിങ്ങൾ? പൂതപ്പാട്ട് അയ്യോ ഇല്ല, കേട്ടിട്ടുണ്ട്, എന്ത് സംഭവം അറിയില്ല. ഇല്ല, ടീച്ചർമാരായിട്ട് ഭൂതപ്പാട്ട് കേട്ടിട്ടില്ല? ഭൂതത്തിന്റെ, ഉണ്ണിയുടെ, അമ്മയുടെ ഒക്കെ ഒരു ഭൂതം. യെസ്, ഭൂതപ്പാട്ടിന്റെ ഒരു ദൃശ്യാവിഷ്കാരം നമുക്ക് ചെയ്യാനുണ്ട് ഓൺലൈനായിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ പിന്നീട് പറഞ്ഞു തരാം, ഇപ്പോഴുള്ള സമയമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഒരു ആക്ടിവിറ്റി ചെയ്യാന്ന് പറഞ്ഞിരുന്നു, ഹാപ്പിയസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ നിങ്ങൾ അതന്ന് ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായ സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം അത് ആ ഫീലിംഗ് എന്തായിരുന്നു, ആ സമയത്ത് ഉണ്ടായ കാര്യങ്ങൾ നിങ്ങൾ അത് വളരെയധികം എക്സ്പ്രസീവ് ആയിട്ട്
ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായ ഫീലിങ്സ് എങ്ങനെയായിരുന്നു, ആ ഇൻസിഡന്റ് എന്താണെന്നുള്ളത് പറയാൻ പറ്റുന്ന രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആവാതെ വളരെ ചുരുക്കി പറയാൻ ശ്രമിക്കാം കേട്ടോ. ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കാം, എല്ലാവരും ഇന്ന് ചെയ്യാൻ പറ്റില്ല നമുക്ക്, പിന്നീട് ഒരു റിസൾട്ടിൽ ബാക്കിയുള്ളവരെ ചെയ്യിപ്പിക്കാം. ഓക്കെ, ടോപ്പിക് ക്ലിയർ അല്ലേ? ഓക്കെ മാം. ഓക്കെ, യെസ്. Then ഞാൻ വിളിക്കാം റസ്ന കമൽ. റസ്ന. ഹലോ മാം. റസ്ന പറയൂ, ഹാപ്പിയസ്റ്റ് ഡേ എന്തായിരുന്നു, ഏത് മൊമെന്റ് ആയിരുന്നു? ഹാപ്പിയസ്റ്റ് ഡേ എന്നൊക്കെ ചോദിച്ചാ എനിക്ക് ഫുൾ ഹാപ്പിയാണ് ഓൾവേസ്. അതിലേറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത് എന്റെ മോന്റെ ഡെലിവറി ടൈമാണ്. അതായത് എന്റെ ഫസ്റ്റ് ഡെലിവറി. കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാൻ പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അപ്പോ കുറച്ച് ടെൻഷൻ ആയിരുന്നു. അതായത് ഫസ്റ്റ് മന്തിൽ, കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് മന്തിൽ ഞാൻ പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അപ്പൊ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇതെങ്ങനെ എല്ലാവരും കുറച്ച് ടെൻഷൻ അടിച്ച് ബുദ്ധിമുട്ടി ഒരു സങ്കടത്തിലായിരുന്നു ഞാൻ. ഇത്ര പെട്ടെന്ന് ആയതുകൊണ്ടുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു, ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ. അപ്പോ അതൊക്കെ ഒക്കെ നോർമലായി, എല്ലാവരും അറിഞ്ഞ, എല്ലാവരോടും പറഞ്ഞവരൊക്കെ ഹാപ്പിയായി. പിന്നെ കാത്തിരിപ്പായിരുന്നു ഒരു 9 മന്ത്. ആ ഒരു കാത്തിരിപ്പിന്റെ ഇടയിൽ കുറെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ ഹസ്ബൻഡ് പോയി, നാട്ടിലല്ലായിരുന്നു, ഹസ്ബൻഡ് ഗൾഫിൽ പോയി. അപ്പൊ ഞാൻ ഒറ്റയ്ക്കായിട്ടുള്ള ആ ഒരു സമയം. പിന്നെ വീട്ടിലോട്ട് പോയി, 7th മന്ത് സെറമണിക്ക് കഴിഞ്ഞ് വീട്ടിലോട്ട് പോയി. അവിടെ നിന്നും ഇതേപോലെ തന്നെ എന്റെ മോന്റെ ഡെലിവറി ടൈം, എനിക്ക് പെയിന് വരുന്ന സമയത്ത് ആ ഒരു പെയിന് വരുന്നതിന്റെ കുറച്ച് മുമ്പ് വരെ ഞാൻ എന്റെ ഹസ്ബൻഡ് സംസാരിച്ചിരിക്കുകയാണ്. അന്ന് ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് എന്നെ, കോമഡി ഒക്കെ പറഞ്ഞ് അങ്ങനെ ചിരിച്ച് അങ്ങ് വയ്യാണ്ടായ സമയമായിരുന്നു. അതിന്റെ ഇടയിൽ പെട്ടെന്ന് എനിക്ക് വാട്ടർ ഡിസ്ചാർജ് വന്നു. അപ്പോഴും ഞാനിത് ഡെലിവറി ആവാൻ പോവാണോ പ്രസവിക്കാൻ പോവാണോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അന്നേരം പോയി, എന്നിട്ട് ഇങ്ങനെ വെള്ളം പോയി എന്ന് പറഞ്ഞപ്പോ എന്റെ സിസ്റ്റർ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഒരു 2 മണിയൊക്കെ ആയപ്പോ, രാത്രിയാണ് അന്ന്, രാത്രി 2 മണിയൊക്കെ ആയപ്പോ മോന് ഉണ്ടായി. അപ്പോ പ്രസവമൊക്കെ കഴിഞ്ഞ ആ വേദനയും ഫസ്റ്റ് നമുക്കൊന്നും അറിയത്തില്ലല്ലോ, ഡോക്ടർ വകയുള്ള വഴക്കും ഒക്കെ കേട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം മോനെ കൊണ്ട് ഇങ്ങ് വന്ന് എന്റെ അടുത്ത് കൊണ്ടുവന്ന് എന്റെ കയ്യിൽ കാണിച്ചപ്പോ ഒരു കുഞ്ഞു മുഖം വെള്ള തുണിന്റെ അകത്ത് ഇങ്ങനെ പൊതിഞ്ഞ് കിടപ്പുണ്ട്. ആ ഒരു മൊമെന്റ് അത് സ്പെഷ്യലാണ്. അതിനൊരു ഉമ്മയൊക്കെ കൊടുത്ത് അതങ്ങനെ കഴിഞ്ഞു. ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഹസ്ബൻഡിനോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഫോട്ടോ കണ്ടില്ലേ, ഫോട്ടോ കണ്ടപ്പോ ഫസ്റ്റ് റിയാക്ഷൻ എന്തേന്ന് ചോദിച്ചപ്പോ ആള് പറഞ്ഞു ഞാൻ കരഞ്ഞു പോയി എന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മളൊപ്പം കരഞ്ഞു പോയി. അതായത് നമുക്ക് ഇത്രയും അത് വേണ്ട ഒരു സമയമായിരുന്നു. എനിക്ക് ഏറ്റവും സ്പെഷ്യലുമാണ്, ഏറ്റവും സങ്കടമുള്ള ഒരു ദിവസമായിരുന്നു അത്. അത്രയും താങ്ക് യു റസ്ന. Then Siga Vinod. Siga. യെസ് മാം. പറയൂ. സെയിം ഇൻസിഡന്റ് ആണ്, എന്നാലും ഞാൻ കുറച്ച് പൊലിപ്പിച്ച് പറയാം. കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പീലി നീർത്തി വർണ്ണങ്ങളാൽ മേലെ കാതിർമാല കൈകൾ നീട്ടി സ്വർണത്തേരേറി ഞാൻ തങ്കത്തിങ്കൾ പോലെ ദൂരെ ആകാശ നക്ഷത്ര പൂക്കൾ തൻ തേരോട്ടം ആ മോഹം കൊണ്ടു ഞാൻ ദൂരേതോ. അങ്ങനെ ദൂരെയുള്ള മനുഷ്യൻ. എന്റെ ജില്ല എറണാകുളം ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയിലുള്ള വിനോദ് എന്നെ പെണ്ണ് കാണാൻ വന്നു. അങ്ങനെ ഞങ്ങളുടെ കല്യാണം. ചുരുക്കി പറയാണ്, കല്യാണത്തിന് ആൾക്ക് നല്ല ഹൈറ്റ് ഉണ്ട്, എനിക്ക് ഹൈറ്റ് കുറവാണ്. അപ്പൊ മാല ഇടുന്ന ഒരു സമയം ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാല ഇടുന്ന സമയം. അപ്പൊ ആള് തീരെ കുനിഞ്ഞില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോണ്ട് എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കണം. ഞാൻ എന്ത് ചെയ്ത് ചാടി ഒരു മാല ഇട്ടു. അത് കഴിഞ്ഞ് 1 വർഷം അടിപൊളിയായിട്ട് രണ്ടാളും ജോലിക്ക് പോയി, അങ്ങനെ സുഖമായി പോയി. അതില് എന്റെ ലൈഫിലെ ഏറ്റവും എൻജോയ് ചെയ്ത നിമിഷമാണ് എന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ട് ഒരു കുഞ്ഞു വന്നു എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം.
അപ്പോ എന്താ പറയാ, കുതിരക്കോളംപൊടി നമ്മുടെ കുതിരപ്പുറത്ത് രാജാവും രാജ്ഞിയൊക്കെ പോണ പോലത്തെ ആ ഒരു ഫീലായിരുന്നു മനസ്സിൽ. എന്തൊക്കെയോ ധൈര്യം, എന്തൊക്കെയോ നേടി എന്നുള്ള ഒരു തോന്നല്. അങ്ങനെ ഒരു 9 മാസം തികയുന്നതിന് 2 ആഴ്ച മുമ്പുള്ള ഒരു ദിവസം എനിക്ക് വെറുതെ കരയാൻ തോന്നി. ആരെന്നെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടാ, ഞാനിങ്ങനെ വെറുതെ ഒരു കരച്ചില്. അപ്പൊ അമ്മയുണ്ട്, ഞാൻ നോക്കുമ്പോ ഭയങ്കര അടുക്കിപ്പെറുക്കല്, വീടൊക്കെ ഭയങ്കര അടുക്കിപ്പെറുക്കി വൃത്തിയാക്കി ആള് നല്ല റെഡി ആയിട്ടൊക്കെ ഇരിക്കാണ്. ഞാൻ ചോദിച്ചു അമ്മ എവിടെ പോണ്, ഞാൻ എങ്ങും പോകല്ല, ഞാനൊന്ന് ഒരുങ്ങിയിരുന്നതാണ്. അങ്ങനെ ഞാൻ ഏട്ടനെ വിളിച്ചിട്ട് വന്ന്, ഏട്ടൻ എനിക്കൊന്ന് കാണണം, ഒന്ന് വരുമെന്ന് ചോദിച്ചു. അപ്പൊ ഏട്ടൻ പറയണ, പിന്നെ ഞാനിപ്പോ പ്രസവിക്കാൻ പോവാ, നിന്നെ കാണാൻ വരില്ല ഞാനിപ്പോ ചെയ്യാം എന്ന് പറഞ്ഞ എന്നെ കളിയാക്കി. അങ്ങനെ എന്തോ ഞാൻ കരഞ്ഞിട്ട് ഉറങ്ങിപ്പോയിട്ടാ. ഉറങ്ങി എണീറ്റിട്ട് എനിക്കൊരു പരിപാടി ഉണ്ട്. ഏട്ടൻ വരുമ്പോ എനിക്ക് ഒരു കവർ നിറച്ച് മാങ്ങ കൊണ്ടുവന്നരും. എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ മാങ്ങ ഇരുന്ന് ഞാൻ ഇങ്ങനെ കഴിക്കും. അങ്ങനെ ചിരിച്ച് ഇവരോടൊക്കെ വർത്താനം പറഞ്ഞ് ഞാൻ ഇവർക്കും ഷെയർ ചെയ്ത് മാങ്ങ കഴിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയില് എന്റെ മാക്സി ഒന്ന് നനഞ്ഞു. അപ്പൊ ഞാൻ അമ്മ എന്റെ ഉടുപ്പൊന്ന് നനഞ്ഞു എന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു അത് കുഴപ്പമില്ല, അത് ഇങ്ങോട്ട് മാറ്റി തന്നെ വേറെ ഇട്ടോന്നു. അങ്ങനെ ഞാൻ വേറിട്ട് പിന്നെ ഇവരോട് ചിരിച്ച് വർത്താനം പറയുമ്പോ ഇത് എന്നെ പറ്റി. അപ്പൊ അമ്മ പറഞ്ഞു നീ മാറ്റിയിട്ട് വാന്ന് പറഞ്ഞു. ഞാനിത് മാറ്റാൻ പോയി തിരിച്ചു വരുമ്പോണ്ട് ദാ കിടക്കണ മുറ്റത്ത് ഒരു വണ്ടി. പിന്നെ ഒരു ബഹളല്ലേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ. ഇവരെന്നെ പിടിച്ചു വലിക്കും. ഞാൻ പറയും ഞാൻ വരില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരൂല. ഇവര് പറയും വന്നേ പറ്റൂ, എന്തായാലും ഹോസ്പിറ്റൽ. അപ്പൊ അച്ഛൻ പറഞ്ഞു അമ്മ പറഞ്ഞല്ലേ മോളെ നമുക്കൊന്ന് പോവാം. ഞാൻ പറഞ്ഞു പിന്നെ അമ്മ ഡോക്ടറല്ലേ, എന്നിപ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാ എനിക്കൊരു കുഴപ്പമില്ല, അവിടെ പോയിട്ട് ഞാൻ എന്ത് പറയാനാ. അപ്പൊ ഇവരെല്ലാരും പിടിച്ച് വലിച്ച് എന്നെ വണ്ടി കയറ്റി, എന്റെ നേഴ്സറി പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോകണ പോലെയാണ് എന്നെ വണ്ടി കയറ്റി കൊണ്ടുവരും. വണ്ടി ഇടയ്ക്ക് എത്തി, ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല ചേട്ടാ. ഞാൻ ഡ്രൈവറോട് പറഞ്ഞു ചേട്ടാ വണ്ടി വേഗം വിട്ടോ, എനിക്ക് എന്തോ ഒരു കുഴപ്പം വരാൻ പോകുന്നുണ്ട്, എനിക്ക് എന്തോ പോലെ തോന്നുന്നു. അങ്ങനെ വണ്ടി ആളെ സ്പീഡിൽ വിട്ട് ഹോസ്പിറ്റലിൽ എത്തി. എനിക്ക് വണ്ടിയും വേണ്ട, അമ്മനെയും വേണ്ട, അച്ഛനെയും വേണ്ട, ഓടി ഹോസ്പിറ്റലിൽ ചെന്ന് നേഴ്സിനോട് നേഴ്സ് എനിക്ക് ഇപ്പൊ പ്രസവിക്കണം, ഞാൻ എങ്ങോട്ട് പോകണം. അപ്പൊ നേഴ്സ് ഞാൻ പറഞ്ഞു, നേഴ്സിന് ചിരി വരുന്നുണ്ട്, എന്നാലും എന്റെ വയറ് ഇതൊക്കെ കണ്ടോ നേഴ്സ് ഒന്നും തന്നെ ഇതാക്കിയില്ല. ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി പരിശോധിച്ചു. അപ്പൊ സിസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞു നീ ഇനി ഇന്ന് പ്രസവിച്ചിട്ടേ പോവുള്ളൂ കേട്ടോന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അമ്മ വിനോദിനെ വിളിക്കണ്ടേ, ഞാൻ വേണ്ടാന്നല്ലേ പറഞ്ഞത്, ഇനി എനിക്ക് ആ മനുഷ്യനെ കാണണ്ട. അപ്പൊ അമ്മ അയ്യോ അങ്ങനെ പറയല്ലേ മോളെ, അവനെ വിളിക്കണം. അവൻ ഇല്ലില്ല വിളിക്കണ്ട, എനിക്ക് ഇനി ആ മനുഷ്യനെ കാണണ്ടേ, എനിക്ക് കാണണ്ട. അങ്ങനെ ഹോസ്പിറ്റല് റൂമിൽ നിന്നിട്ട് അമ്മ പുറത്തേക്ക് പോയി. എന്നാലും ആള് വന്നിട്ടാ, വേഗം വിളിച്ചു. ആള് വന്ന് എന്നെ കണ്ട് എന്നെ നോക്കിയപ്പോ തന്നെ പോയിക്കോ ഇനി റൂമിലേക്ക് വരണ്ട. അവനോട്ടം പേടിച്ചിട്ട് പുറത്തേക്ക് പോയി. എനിക്ക് വേദന എടുത്തിട്ട് നിൽക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല. സിസ്റ്റർ പറയും കിടക്കാൻ. എന്റെ ദൈവമേ, ഇരിക്കുമ്പോ തോന്നും നിൽക്കാൻ, നിൽക്കുമ്പോ തോന്നും കിടക്കാൻ. അങ്ങനെ ഒരു അവസ്ഥയില് കുറെ നേരം കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ അങ്ങനെ ഒരു വേദന എന്റെ പോയി. രണ്ടാമത്തെ വേദനയില് എന്റെ കൃഷ്ണ എന്നുള്ള വിളിയില് എന്റെ മോൻ വന്നു. ആ ഒരു സന്തോഷം, ആ മോനെ കണ്ടിട്ട് അവന്റെ നെറ്റിയിൽ ഒരു ചുംബനം കൊടുത്തു. എന്നിട്ട് പിന്നീടുള്ള വരികളാണ് ഇത്. പിന്നെ എന്റെ ലൈഫിൽ സംഭവിച്ചത്, നീയുലാവുമ്പോൾ സ്വർഗം മണ്ണിലുണരുമ്പോൾ മാഞ്ഞു പോയൊരു പൂത്താരം പോലും കൈ നിറഞ്ഞു വാസന്തം പോലെ തെളിയും എൻ ജന്മ പുണ്യം പോൽ ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. അതെപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിച്ച് അങ്ങനെ പോണു ലൈഫ്. ഇത്രേ ഉള്ളൂ മിസ്സേ. ഓക്കെ, വെരി ഗുഡ്. Thank you. കേട്ടോ, നല്ല അവതരണം. ഇത്രയും ഹാപ്പി ആയിട്ട് ഡെലിവറി കഴിഞ്ഞ് വേറെ ആരും ഉണ്ടാവില്ല. നല്ല കാര്യം. ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള മൊമെന്റ് ഇത്രയും സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല, അതെന്റെ വലിയ കാര്യം. മിസ് പറഞ്ഞില്ലേ ഹാപ്പി മൂമെന്റ് വേണമെന്ന്, അപ്പൊ അതിലെ സാഡ് മൂമെന്റ് എല്ലാം ഞാൻ വായിച്ച് എല്ലാം ഹാപ്പി ആക്കി എടുത്തതാ. അതെ ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ഒരാഴ്ച മുന്നേ പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരാളത്. പ്രിപ്പയർഡ് ആണ്. ഇനി സുലൈഖ സലീം ഉണ്ടോ? സുലൈഖ ഇല്ല.
Ramana Singh. Good afternoon, ma'am. Good afternoon. Afternoon, my dear friends. ഈ പറഞ്ഞ പോലെ ഡെലിവറിയും മാരേജും ഒക്കെ നല്ല ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആയിരുന്നു. പക്ഷെ ഈ അടുത്ത് ഞാൻ ഫീൽ ചെയ്ത് ഭയങ്കര ഹാപ്പിയസ്റ്റ് ഒരു മൊമെന്റ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അത് എനിക്ക് ഓർമ്മ വന്നത് ഇന്നലെ കുറച്ചേറെ പെട്ടെന്ന് പറയാം. ഇന്നലെ അപർണ മിസ് ഒരു കാര്യം, ഇന്നലെയാണോ മിനിങ്ങാന്നാണോ ക്ലാസ്സിൽ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ പാഷൻ വെച്ച് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവുന്നതെന്ന്. അത് വളരെ സത്യമുള്ളൊരു കാര്യമാണ്. കാരണം ഞാനൊരു 3 വർഷം SBIയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സെയിൽസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് മാം. അവിടെ 8-9 ബ്രാഞ്ച് ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് 30+ സാലറി കാണും. പക്ഷെ ഒരു ദിവസം സമാധാനം എന്താന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. വൈകുന്നേരം ആവുമ്പോ ഈ സെയിലും കൊണ്ട് ഓഫീസിൽ പോയി നമ്മുടെ തലപ്പത്തിരിക്കുന്ന ആളുടെ ചീത്ത മൊത്തവും കേൾക്കും. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്കിപ്പോ ഒരു 8 ലക്ഷം അല്ലെങ്കിൽ ഒരു 10 ലക്ഷം ടാർഗറ്റ് പറഞ്ഞാൽ അത് അച്ചീവ് ചെയ്തേ പറ്റത്തുള്ളൂ. അതിലൊരു ദാക്ഷിണ്യം അവർ തരത്തില്ല. ഒരു ഇത് നമ്മൾ എത്ര പെർഫോമൻസ് ചെയ്താലും അങ്ങനെ പിന്നെ വന്നു. ഇപ്പോഴാണ് അപ്പൊ BEd എടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹിച്ചു. ഒരു രക്ഷയില്ല, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് സമ്മതിക്കുന്നില്ല. പോട്ടെ, ആ സ്വപ്നവും വിട്ട് ദൈവത്തെ അങ്ങോട്ട് മുറുകെ പിടിച്ചു. മുന്നോട്ട് ഇങ്ങനെ വന്നപ്പോഴാണ് സ്മാർട്ട്ശ്രീയുടെ പരസ്യം വന്നു. ഇതിൽ അൽഹംദുലില്ലാ ജോയിൻ ആയി. ഇതിൽ ജോയിൻ ആയ ഉടനെ ഒരു പോസിറ്റീവ് വൈബ് എന്ന് തന്നെ പറയാം. നവംബർ മാസം ഇന്റർവ്യൂ ആയിരുന്നു നമ്മുടെ ഇസ്ലാമിക് സ്കൂളിൽ, അവിടെ പാലാങ്കോണം അൽഫിത്ര സ്കൂൾ എന്ന് പറയും. ഞാൻ പഠിപ്പിക്കുന്ന റൈറ്റേഴ്സിലാണ്. ആ ഇന്റർവ്യൂ വന്നതും രണ്ടും കൽപ്പിച്ചങ്ങ് പോയി. അപ്പൊ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ജയദേവ് സാറിനെ ഞാൻ വിളിച്ചിരുന്നു ഇന്റർവ്യൂവിന്. അപ്പൊ പോയപ്പോ ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു. ധൈര്യമായിട്ട് ഒരു ഭയങ്കര മോട്ടിവേഷൻ, ആദ്യം തൊട്ടേ ഒരു മോട്ടിവേഷൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് എനിക്ക് സ്മാർട്ട്ശ്രീ. അങ്ങനെ പോവാൻ പറഞ്ഞു. അപ്പൊ ഒരു റെഫറൻസിൽ വന്ന ഇന്റർവ്യൂ ആണ്. അവിടെ പോയപ്പോ എന്റെ പഠിച്ചോനെ ഇതാ കിടക്കുന്ന 5, 6, 8 പേരോളം ഉണ്ട്. അതും BEd ഹാൻഡിൽ ചെയ്യുന്നവര്, പിന്നെ ടീച്ചിങ് വേറെ ചെയ്യുന്നവര്. ഞാനാണെങ്കിൽ ഇതിൽ കയറിയതല്ലേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല നമ്മുടെ കോഴ്സ്, പൈസ അടച്ച് കയറിയതേ ഉള്ളൂ. അങ്ങനെ ചെന്ന് അറ്റൻഡ് ചെയ്തപ്പോ അവര് ചോദിച്ചു MTTC ഇത് കുറെ ചോദിച്ചു. പിന്നെ ഒരു കോൺഫിഡൻസിൽ അങ്ങ് അറ്റൻഡ് ചെയ്തു. അപ്പൊ അവര് മെയിൻ ആയിട്ട് നോക്കിയത് ഡെമോ ക്ലാസ്സിലായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ ഡെമോ ഒക്കെ ചെയ്തു. അപ്പൊ ഞാൻ സെന്ററിലും ഓൺലൈനായിട്ടൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ആ ഒരു ഇതിലൊക്കെ അൽഹംദുലില്ലാ ഓക്കെ, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു, കയറി. അപ്പൊ ഇവർ ഇന്റർവ്യൂ സമയത്ത് ഇവരൊരു കാര്യം പറയുന്നുണ്ട്, ഒരു ഡിമാൻഡ് ഇവർ പറയുന്നുണ്ട്. നമ്മൾ നോക്കും, കാരണം കുട്ടികൾക്ക് പെട്ടെന്ന് അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചർ ഗൾഫിൽ പോയി. അപ്പൊ അവർക്കത് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവർ ഭയങ്കര കരച്ചിലായിരുന്നു. ഞങ്ങൾ സ്കൂളിൽ പോലും വരില്ല, അത്ര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ. അപ്പൊ ആ ഒരു സ്ഥാനം നമുക്ക് നികത്തേ വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു. കാരണം പെൺകുട്ടികൾ അറിയാലോ, നമുക്ക് ഈ പെൺകുട്ടികളിനെ എങ്ങനെയാണ് നമ്മളെ ഇഷ്ടപ്പെടുവോ, ഭയങ്കരമായിട്ടുള്ള ടെൻഷനായിരുന്നു. അങ്ങനെ +2 8ാം ക്ലാസ്സും കിട്ടുന്നു. പക്ഷെ അൽഹംദുലില്ലാ ഹാൻഡിൽ ചെയ്തു നല്ല രീതിയിൽ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. പിന്നെ ഡെയിലി മോണ്ടിസോറി അറ്റൻഡ് ചെയ്യുന്നതിൽ ഇതില് ടീച്ചേഴ്സിന്റെ ആ ഒരു ഇത് റോൾ മോഡൽ ആക്കി എടുത്ത് അൽഹംദുലില്ലാ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. കുട്ടികൾക്ക് പേരൻസ് ഒക്കെ നല്ല അഭിപ്രായം. അൽഹംദുലില്ലാ ഫസ്റ്റ് ടൈം മാർക്ക് കണ്ടപ്പോഴും ഓക്കെയാണ്. എല്ലാം ടീച്ചേഴ്സുമായിട്ടും എല്ലാം മാഷാഅല്ലാഹ് നല്ലൊരു സഹകരണം. അപ്പൊ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് കിട്ടിയെന്ന് വെച്ചാൽ, ഒന്ന്, ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം പാഷൻ മുന്നോട്ട് കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നു. 2, ഇപ്പം ഫെയർവെൽ ഉണ്ടായിരുന്നു നമുക്ക് +2-ന്. അന്ന് സ്കൂളിലെ ഫുൾ മാനേജ്മെന്റ് ടീം മെമ്പേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ നേരത്തെ നിന്ന് ഈ ടീച്ചറിന് അവാർഡ് കൊടുത്തു. ഈ ഗൾഫിൽ പോയ ടീച്ചർ ഇപ്പൊ ജസ്റ്റ് എന്താ നാട്ടിൽ വന്നപ്പോ അവാർഡ് കൊടുത്തപ്പോ ഓരോ ടീച്ചേഴ്സിനെയും പറ്റി അഭിപ്രായം പറയണമെന്നുണ്ടായിരുന്നു കുട്ടികൾക്ക്. ഞാൻ അവിടെ ഇരുന്ന് വിയർക്കുവാണ്. കാരണം ഇവർ എന്ത് പറയും, ആകെ 4-5 മാസം കണ്ട് ആയത്തേ ഉള്ളൂ വന്നിട്ട്. അങ്ങനെ പക്ഷേ കുട്ടികൾ +2-കാര് പറയുന്നുണ്ടായിരുന്നു. ആദ്യം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല മറ്റേ ടീച്ചറിന്റെ ഒരു സ്ഥാനം. പിന്നെ എല്ലാവരും അൽഹംദുലില്ലാ നല്ലൊരു അഭിപ്രായം, പഠിപ്പിക്കുന്ന മെത്തേഡ് ആണെങ്കിലും ടീച്ചറിനോടുള്ള ഇന്ററാക്ഷൻ ആണെങ്കിലും ഒക്കെ നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ മാനേജ്മെന്റിൽ ഓരോരുത്തരും പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര, ഞാനങ്ങ് പൊങ്ങിന്നല്ല, എനിക്ക് എന്തോ അങ്ങ് ഫ്ലൈ ചെയ്തു എന്നുള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ. ഞാനങ്ങ് വല്ലാതെ ദൈവത്തിനോടടുത്ത് ഞാൻ കരഞ്ഞു, ചിരിച്ചു, എല്ലാം ചെയ്തു. അവര് പറഞ്ഞു നേരത്തെ വന്ന ടീച്ചറിനേക്കാളും അതിലും കുട്ടികളുമായിട്ടൊരു ഇന്ററാക്ഷൻ, പ്രത്യേകിച്ച് 8ാം ക്ലാസ്. കാരണം ഈ മോണ്ടിസോറി ടെക്നിക്ക് തന്നെയാണ് മാം ഞാൻ 8ാം ക്ലാസ്സിന് ഉപയോഗിച്ചത്. എല്ലാരും ചിരിക്കും കേൾക്കുമ്പോൾ. പിള്ളേർക്ക് ബോറടിക്കും എന്ന് പറയുമ്പോൾ അവരെ എണീപ്പിച്ച് നിർത്തി പല ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞ പേഴ്സണൽ മെന്റലി ചെറിയൊരു ട്രോമ ഉള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അവരുടെ പേരന്റ് ഈയിടെ എന്നെ കണ്ടപ്പോ കെട്ടിപ്പിടിച്ച്, നമുക്ക് അവിടെ ഇഫ്താർ ഉണ്ടായിരുന്നു, കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു മോൾക്ക് ഒരുപാട് മാറ്റമുണ്ട്, അവള് ഹാപ്പിയാണ്, എല്ലാ പ്രോഗ്രാമിനും അവൾ ഓക്കെയാണ്, മാർക്കിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഒരു ആസ് എ ടീച്ചർ കിട്ടാവുന്നതിൽ
ഏറ്റവും വലിയൊരു, ഞാനത് ഹസ്ബൻഡിനോടായാലും എന്റെ ഫ്രണ്ട്സിനോടായാലും ഞാൻ പറയാറ് ഭയങ്കര പ്രൗഡാണടാ. അത് നമുക്കൊരു മനസ്സിനൊരു എന്താ പറയുക, ആ സന്തോഷം അത് ഫീൽ ചെയ്ത് തന്നെ അറിയണം. ആ ഒരു പാഷൻ കിട്ടി അതിൽ വർക്ക് ചെയ്യാൻ പറ്റുക, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അതിൽ നല്ല രീതിയിൽ പോകാൻ പറ്റുക എന്നുള്ളത്. അപ്പം ഇൻഷാല്ലാ നെക്സ്റ്റ് ഇയർ ആ ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ ആയിട്ട് തരാമെന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഇയർ എന്ന് വെച്ചാൽ നമ്മുടെ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ ജൂൺ. ഒരുപാട് ഹാപ്പിയാണ്. നിങ്ങൾ ഭയങ്കര ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആണ്. താങ്ക് യു സ്മാർട്ട് ശ്രീ. താങ്ക് യു. ഞാൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? സുലൈഖയാണ്. സുലേഖ പറയൂ. ഓക്കെ മാം, ഞാൻ പ്രിപ്പയർ ചെയ്തൊന്നുമില്ല. ഞാൻ എൻ്റെ ലൈഫിലൊരു കാര്യം പറയാം. എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാല് ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ മാരേജ് കഴിഞ്ഞത്. അപ്പോ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 23 വർഷമായി. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് +2 കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ എന്താ പറയാ, +2 കംപ്ലീറ്റ് ചെയ്യാൻ അവര് സമ്മതിച്ചു. അങ്ങനെ +2ന്റെ എക്സാം, ലാസ്റ്റ് ഫൈനൽ എക്സാം, ഒരു എക്സാം എനിക്ക് എഴുതാൻ പറ്റിയില്ല. എന്താന്ന് വെച്ചാൽ നമ്മൾ കണ്ണൂരായിരുന്നു. കണ്ണൂർ ഭയങ്കര ഹർത്താലും കൊലപാതകമൊക്കെ ഉള്ള സ്ഥലമാണല്ലോ. അതുകൊണ്ട് എനിക്ക് ഒരു എക്സാം എഴുതാൻ പറ്റിയില്ല. അപ്പൊ കല്യാണത്തിന്റെ ഇപ്പൊ ഒരു 2 ദിവസം മുന്നേ ആയിരുന്നു എക്സാം. അപ്പൊ അങ്ങനെ അവിടെ ഹർത്താൽ വന്നു. ആ ഒരു എക്സാം എനിക്ക് എഴുതാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടായി. കല്യാണം ഇത്രയും നമ്മൾ ഇതാക്കി വെച്ചത് എൻ്റെ എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു. 2 വർഷം കല്യാണം നിക്കാഹ് ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ ആളെന്ന് പറഞ്ഞാല് ഹസ്ബൻഡ് കുറച്ച് പഠിക്കാൻ പോകാൻ വിടാത്തൊരു കൂട്ടത്തിലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നിക്കാഹ് ചെയ്താലും എനിക്ക് കല്യാണം വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ എൻഗേജ്മെന്റിന് തന്ന നിക്കാഹിന് തന്ന സാധനങ്ങളൊക്കെ അവർക്ക് തിരിച്ചു കൊടുത്തു. പിന്നീട് അവർ പറഞ്ഞു കുഴപ്പമില്ല, എക്സാം മാത്രം അറ്റൻഡ് ചെയ്തു പറഞ്ഞു. എന്താ പറയണ്ട, നമ്മളെ ഓരോ ഭാഗ്യവശാല് എക്സാം എഴുതാൻ പറ്റിയില്ല. ഒറ്റൊരു എക്സാം മാത്രം എനിക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞ് 3ാമത്തെ ദിവസമായിരുന്നു എക്സാം. പിന്നീട് ആ ഒരു എക്സാം വന്നത് ആ ഒരു സമയത്തായിരുന്നു. അങ്ങനെ ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചു. പിന്നെന്ന് വെച്ചാൽ ഞാൻ SSLC പഠിക്കുന്ന സമയത്ത് ഒരു PSC വെറുതെ ഞാൻ അറ്റൻഡ് ചെയ്തതാണ്. അവിടുത്തെ സാറ് പറഞ്ഞപ്പോ അതിൽ തന്നെ എനിക്ക് ഫസ്റ്റ് PSCയിൽ ഇന്റർവ്യൂവിന് എന്നെ ക്ഷണിച്ചു. അത് കോഴിക്കോട് വെച്ചായിരുന്നു. പക്ഷെ ഹസ്ബൻഡ് സമ്മതിച്ചില്ല. നിക്കാഹ് ചെയ്ത് വെച്ച് നമുക്ക് മുസ്ലിമിലൊരു ഇതിലുണ്ട്, ഹസ്ബൻഡിനോട് ചോദിച്ചു. ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല, അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. ഹസ്ബൻഡിന്റെ സമ്മതം വേണം. അപ്പൊ ഹസ്ബൻഡ് ചോദിച്ചപ്പോ വിട്ടില്ല, സമ്മതിച്ചില്ല. അന്നത്തോടെ എന്റെ ലൈഫ് പോയി തന്നെ എനിക്ക് തോന്നി. അങ്ങനെ ഒരു 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പം ഹസ്ബൻഡിന് ഒരു മോളും ഒരു മോനായിരുന്നു. എൻ്റെ ലൈഫില് മോള് പെട്ടെന്ന് UKG പഠിക്കുന്നതായിരുന്നു. ഇഞ്ചക്ഷൻ മാറിപ്പോയി, അവളങ്ങനെ പെട്ടെന്ന് മരിച്ചുപോയി. ഇപ്പൊ ഉള്ളത് ഒരു മോനാണ്. അപ്പൊ പിന്നെ ഹസ്ബൻഡിന് സുഖമില്ല, 2 വർഷത്തോളം ഹോസ്പിറ്റലിൽ ആയി. അങ്ങനെയൊക്കെ ഉള്ള കുറെ പ്രശ്നങ്ങൾ. അപ്പൊ ഹസ്ബൻഡ് വീട്ടുകാർ പഠിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ ഞാനൊരു തീരുമാനം എടുത്തു. എൻ്റെ ഒരു ആഗ്രഹം ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയില്ല, പക്ഷെ നമുക്ക് പറ്റൂ എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു സ്കൂളില് അന്നത്തെ ഒരു സമയത്ത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നു. ഞാനൊരു സ്കൂളിൽ ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്തു. അവിടെ ഒരു 3 വർഷം ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നി എനിക്കൊരു ടീച്ചർ ആയാൽ എന്താ, നമ്മുടെ ഹസ്ബൻഡിന്റെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കാം. പക്ഷെ എന്ന് വെച്ചാൽ എല്ലാം നമ്മുടെ ഫുള്ള് സന്തോഷങ്ങളും അവിടെ ഒഴിവാക്കിയിട്ട് അവർക്ക് വേണ്ടി ജീവിച്ചിട്ട് ഇപ്പൊ എന്ന് വെച്ചാൽ എന്റെ ലൈഫിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ്. എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 17 വർഷം അവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചു. പക്ഷെ എനിക്കൊന്നും എന്റെ ആഗ്രഹങ്ങളൊക്കെ അവിടെ വെച്ചു. അപ്പൊ ഞാൻ ഈ ഹെൽപ്പറായിട്ട് പോയത് ഹസ്ബൻഡിനെ അറിയില്ല. അപ്പൊ ഒരു ബോധമില്ലാത്തൊരു സമയത്തായിരുന്നു, ആൾക്ക് ആകെ ടയർഡായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ പോയപ്പോ എനിക്ക് തന്നെ തോന്നി, നമുക്കും ഒരു ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ ആഗ്രഹിക്കും. നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒന്ന് ടീച്ചറായിട്ട് പഠിപ്പിക്കാന്നുള്ളത്. ഞാനിങ്ങനെ ആഗ്രഹിക്കും എനിക്കൊരു ടീച്ചർ ആയാൽ പറ്റുവാന്ന്. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തു, ആദ്യം നമ്മുടെ +2 കംപ്ലീറ്റ് ആണ്. ആ +2 കംപ്ലീറ്റ് ഇല്ല, മാഷാ അല്ലാഹ് ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് +2 കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ PPTTCക്ക് ചേർന്നു. ഹസ്ബൻഡ് ഒന്നും അറിയില്ല, വീട്ടുകാരോ ഹസ്ബൻഡിന്റെ 1 രൂപ പോലും ഞാൻ വാങ്ങിയിട്ടില്ല. ഇത്രയും കോഴ്സ് ചെയ്തു, ഒന്നും ഞാൻ വാങ്ങിയില്ല. ഹസ്ബൻഡ് അറിയില്ല. ഹസ്ബൻഡ് അറിയാതെ ഞാൻ PPTTC പഠിച്ചു. നമ്മുടെ 29 ഒരു ബാച്ചിൽ 29 പേരുണ്ടായിരുന്നു. ആ PPTTC കഴിഞ്ഞ അതേ വർഷം തന്നെ കഴിഞ്ഞ വർഷം എനിക്ക് സ്കൂൾ ജോയിൻ ചെയ്തു. ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, കുറേ സ്കൂളിൽ പോയി. അപ്പൊ എല്ലാരും എന്നോട് ഇങ്ങനെ പറയും ഇത്രയും ഏജ് ആയില്ലേ. അപ്പൊ എനിക്കിപ്പോ 37 വയസ്സുണ്ട്. അപ്പൊ ഇത്ര ഏജ് ആയില്ലേ, ഇനിയിപ്പോ നീ പഠിച്ചിട്ട് ടീച്ചർ ആവാണ്. വീട്ടിൽ നിന്നൊന്നും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല, പിന്നെ ഫാമിലിന്നില്ല. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ എല്ലാം 1-2 ആള് പറയും നീ പഠിച്ചോ, നിനക്ക് എന്തായാലും ജോലി കിട്ടും. പിന്നെ എന്നെ കുറെ ആൾ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്, നീ പഠിച്ചിട്ട് ജോലിയൊന്നും കിട്ടില്ല, ഇനിയിപ്പോ നീ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാനാന്നൊക്കെ.
പക്ഷെ എനിക്ക് കുറെ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഞാൻ അവിടുന്ന് സങ്കടപ്പെട്ടിട്ട് വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ നമുക്ക് ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമുക്ക് നേടിയെടുക്കാൻ പറ്റൂന്നുണ്ടെങ്കിൽ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതെനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ തെളിയിച്ച ഒരു കാര്യമാണ്. അങ്ങനെ ഈ 18 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ +2 പഠിച്ചത്. ആ PPTTC പഠിച്ചു, സ്കൂൾ ജോയിൻ ചെയ്തു. കഴിഞ്ഞ ജൂൺ മുതൽ ഞാൻ അവിടെ സ്കൂൾ ജോയിൻ ചെയ്തു. അവിടെ LKG UKG എടുത്തോണ്ടിരുന്നു. അപ്പൊ അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞു ഫസ്റ്റ് സ്റ്റാൻഡേർഡും കൂടി എടുക്കണമെന്ന്. എനിക്ക് സത്യം ആകെ ഒരു അത്ഭുതമായിപ്പോയി. എന്ന് വെച്ചാല് ഒരു ഇതും എന്റെ കയ്യിലില്ല. ആകെ ഒരു SSLC സർട്ടിഫിക്കറ്റും ഓൺലൈനിൽ പഠിച്ച PPTTC. എന്ന് വെച്ചാൽ ഓൺലൈനിൽ പഠിക്കുമ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഓൺലൈനിൽ പഠിച്ചതാണ് എവിടെയും കിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്നും പറയാം എല്ലാവരോടും, നമ്മൾ ഓൺലൈനിലല്ല എവിടെ പഠിച്ചാലും നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു ജോലി ചെയ്യണം, നമുക്കൊരു ആത്മാർത്ഥ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ പറ്റും. ഞാൻ ഇന്റർവ്യൂവിനൊക്കെ പോയിട്ട് കരഞ്ഞിട്ട് വന്നു. ഒരു സ്ഥലത്തൊന്നല്ല, കഴിഞ്ഞ ജൂണിൽ ഞാൻ സ്കൂൾ കയറി ഇറങ്ങാത്തില്ല, കുറേ സ്കൂൾ ഞാൻ കയറി ഇറങ്ങി. അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. പക്ഷെ എനിക്ക് അതും എന്താ പറയാ, നമുക്ക് ഓരോ ഉണ്ടാവില്ല ജീവിതത്തിൽ, ഒന്നും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ അപ്പൊ ഈ കഴിഞ്ഞ മാസമായിരുന്നു ഞാൻ അവിടുന്ന് ജോലി ചെയ്യാൻ വേറെ സ്ഥലത്ത് വന്നു. ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഏതായിരുന്നു അപ്പൊ? എന്താണ് മാം? ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ട് ആ ഒരു സന്തോഷമുള്ള ദിവസം എന്നായിരുന്നു? അത് ഇത്രയും നമ്മൾ റിസ്ക് എടുത്ത് 17 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഒന്നും ആവൂല, ടീച്ചർ ആവൂല എന്നുള്ളടത്ത് നമ്മൾ ഒരു ദിവസമെങ്കിലും കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റി എന്നുള്ളൊരിത്. പിന്നെന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്കെന്ന് പറഞ്ഞാൽ എന്റെ +2 കംപ്ലീറ്റ് ആക്കാൻ അന്ന് അവർ സമ്മതിക്കാത്തത്. പക്ഷെ ഇന്ന് എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റി, ആ ഒരു സന്തോഷമുണ്ട്. പക്ഷെ അന്ന് എനിക്ക് പറ്റിയില്ല. പിന്നെ ഞാൻ PSCന്റെ അന്ന് ഞാൻ PSCയിൽ എന്നെ വിട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. പക്ഷെ അതവര് സമ്മതിച്ചില്ല. ഏറ്റവും വലിയ ജീവിതത്തിൽ സിറ്റുവേഷൻസ് എല്ലാം കഴിഞ്ഞതൊക്കെ തരണം ചെയ്ത് ഇവിടം വരെ എത്തി. പിന്നെ ഞാൻ പറയട്ടെ, ഈ 37 എന്ന് പറയുന്നത് ഒരു ഏജും അല്ല, അത് ആരാ പറഞ്ഞത് ഏജ് കൂടുതലാണെന്ന്? സ്വയം സിനിമയിൽ പറഞ്ഞ ഡയലോഗ് ഞാൻ പറയാണ്. നമുക്കിനി 30കളുണ്ട്, 40കളുണ്ട്, 50കൾ, 60കൾ, 70കൾ, 80കൾ വരെ നമുക്ക് അങ്ങനെ സ്ട്രെങ്തി ആയിട്ട് പോകാൻ പറ്റും. ഒരുപാട് ഇയേഴ്സിൽ നമുക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ വിശ്വസിച്ച് പോവാം. ഒരിക്കലും നമുക്ക് പ്രായമാവുന്നത് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ. ഓക്കെ, അതല്ല കുറെ ഇടവേളയ്ക്ക് ശേഷമാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി വരും. അതാണ് നമ്മൾ കുറെ വർഷങ്ങൾക്ക് ശേഷം പഠിക്കുമ്പോൾ അവര് കുട്ടികളൊക്കെ വലുതായില്ല, ഇനി പഠിച്ചിട്ട് ടീച്ചർ ആവാനാണോ എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് ഫുൾ നെഗറ്റീവ് കമന്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങളുടെ ടീച്ചറായിട്ട് തന്നെ മാറും. നെക്സ്റ്റ് സമയം നോക്കി പറയണോട്ടോ നിങ്ങള്, എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ഷിബില അഷ്റഫ്, ഷിബില. രമ്യ നിതിൻ. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാമല്ലോ. എന്താണ് എന്താ പറയുന്നേ? കേട്ടില്ല കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ശ്രീകുട്ടി വിനോദ്. ശ്രീകുട്ടി ആരും റെസ്പോണ്ട് ചെയ്യാതെ. കൺമണി വിനോദ്. കൺമണി. കൺമണി പറയൂ, ഹാപ്പിയസ്റ്റ് ഡേ എന്നായിരുന്നു? ഞാൻ പ്രിപ്പയർ അല്ല, എന്നാലും ഒരു സ്റ്റോറി പറയാം മാം. പ്രിപ്പയർഡ് ആവണ്ട, നമ്മുടെ ലൈഫിലൊരു ഇൻസിഡന്റ് അല്ലേ, നമുക്ക് പറയാം. ഞാൻ എന്റെ മോളുടെ സെക്കൻഡ് ഡെലിവറി സഞ്ജീവിനി, പുള്ളി നേവി ആയിരുന്നു. അപ്പൊ അവർ സഞ്ജീവിനിലായിരുന്നു കൊച്ചിയില്. അപ്പൊ ഡെലിവറിക്ക് അവിടെ അഡ്മിറ്റ് ആയപ്പോൾ
ഒരു ദുഃഖവെള്ളിയൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഞങ്ങളുടെ വീടിന്റെ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയില് ദുഃഖവെള്ളിയൊക്കെ വരുമ്പോ കഞ്ഞിയും പയറും അച്ചാറും ഒക്കെ കിട്ടുമായിരുന്നു. അപ്പൊ എനിക്കത് കഴിക്കണമെന്ന് ആ ഒരു ദിവസം വന്നപ്പോ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായി. ഞങ്ങളുടെ എന്റെ എന്റെ സ്വന്തം വീട്ടില്. അപ്പൊ ആ മൈൻഡിൽ അതൊക്കെ ഒരു ഓർമ്മ വന്നപ്പോൾ രാത്രി അതൊക്കെ ഇങ്ങനെ ഓർത്തയോ അപ്പവും ഇതും ഒക്കെ കഴിക്കാം, കഞ്ഞിയും ഇതൊക്കെ കഴിക്കാന്നുള്ള ആ ഒരു ഓർമ്മയില് അവിടെ നേവിയുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ കൂടെ ആരെയും നിർത്തൂല, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആദ്യത്തെ ഡെലിവറിക്ക് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഡെലിവറിക്ക് നമ്മൾ മാത്രം. നമുക്ക് ഭക്ഷണം അവിടുന്ന് തരും, എല്ലാം ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ അങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടന്നു രാത്രി കുറെ വൈകി ഇങ്ങനെ ഉറങ്ങിയപ്പോൾ ആ ഒരു ഓർമ്മയിൽ കിടന്നുറങ്ങിയപ്പോ ഒരു മണി 12 മണിയൊക്കെ ആയപ്പോ എന്നെ ഒരാളിങ്ങനെ കൈ തട്ടി വിളിച്ചപ്പോ ഞാൻ നോക്കിയപ്പോ ഒരു അമ്മയാണ്. അപ്പൊ വേറെ റൂമിലെ ഒരു കുട്ടിയുടെ കൂടെ നിന്നതാണ് ആ അമ്മ. അപ്പൊ എന്നെ ഇങ്ങനെ വന്ന് വിളിച്ചിട്ട് മോളെ വാ, അപ്പവും വീഞ്ഞും ഒക്കെ ഉണ്ട് കഴിക്കാന്നും പറഞ്ഞുകൊണ്ട് എന്നെ വന്ന് വിളിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ണു തുറന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് എനിക്ക് ഒന്നും മനസ്സിലാവണില്ല, നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പൊ ഞാൻ അവരുടെ റൂമിൽ പോയിട്ട് അവർ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന അപ്പവും വീഞ്ഞും എല്ലാം എനിക്ക് തന്നു. അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ നമ്മൾ ആഗ്രഹിച്ച് കിടന്നപ്പോ പെട്ടെന്ന് തന്നെ എന്താണ് എനിക്ക് അവര് പരിചയമില്ല, ഒന്നുമില്ല. പക്ഷെ എന്നെ വിളിച്ച് എനിക്ക് ഇതൊക്കെ തന്നപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാൻ ആ പള്ളിയുടെ ഓർമ്മയിൽ അങ്ങനെയൊക്കെ കഴിച്ചിരുന്നെന്നുള്ള ഓർത്ത് ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇങ്ങനെ കിടക്കുമായിരുന്നു. പക്ഷെ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായി. അതൊരു വല്ലാത്തൊരു ഇതായിരുന്നു. ഒരു പരിചയമില്ലാത്ത ആ അമ്മ വന്ന് വിളിച്ചു. അപ്പൊ ആ മോൾക്ക്, അത് മലയാളിയായിരുന്നു, എന്റെ കൂടെയുള്ളവരൊക്കെ ഹിന്ദിക്കാരും എല്ലാവരും. അപ്പൊ അവരുടെ മോൾക്ക് കൊണ്ടുവന്ന് കൊടുത്തപ്പോ അത് എനിക്കും കൂടി തരാനുള്ള ഒരു ഇത്, ഞാനും മലയാളിയാണല്ലോ എന്ന് ഓർത്തിട്ട് എന്നെയും വിളിച്ച് എനിക്കും കൊണ്ടുവന്ന് അവർ തന്നു. അതെല്ലാം ഞാൻ കഴിച്ചു. അപ്പൊ എനിക്കത് ഭയങ്കര ഒരിക്കലും മറക്കാൻ പറ്റില്ല. എപ്പോഴും ദുഃഖവെള്ളി ഇതും വരുമ്പോ ഞാൻ ഇന്നും അത് ഓർക്കും ആ സംഭവം. ഇതൊരു വല്ലാത്തൊരു സന്തോഷമുള്ള സംഭവമാണ്. Okay, okay, Ganpati. Okay. Thank you. Then Masrifa Muhammad. Masrifa. മാം മാം ഒരു സാഡിന് ശേഷം ഉണ്ടായ ഒരു സന്തോഷമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഉപ്പാക്ക് കരള് മാറ്റി വെക്കേണ്ട കരളിന് അസുഖം വന്നിട്ട് മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി ലിവർ ഡൊണേറ്റ് ചെയ്തത് എൻ്റെ ബ്രദർ തന്നെയായിരുന്നു. ബ്രദറിന് അപ്പം ജസ്റ്റ് 26 ഇയേഴ്സേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമായിരുന്നു. അവന് ചെറിയ ഏജിൽ തന്നെ ലിവർ കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം അവന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. എന്നിട്ട് ഡോക്ടറും പറഞ്ഞു ലിവർ ആയതുകൊണ്ട് ഒരു പ്രശ്നമില്ല, ലിവർ അത് വളരുന്നതാണ്, അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലായിരുന്നു അവരെ ഇതുണ്ടായ സർജറി ഉണ്ടായിരുന്നത്. അങ്ങനെ സർജറി കഴിഞ്ഞ് ഒരു 3 ഡേയ്സ് അവർക്ക് രണ്ടുപേർക്കും ബോധം ഉണ്ടായിട്ടാ. ഞങ്ങളെല്ലാവരും ഭയങ്കര ഇങ്ങനെ പേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവര് നമുക്കൊരു വീഡിയോ കോൾ ആക്കിയിരുന്നു. നമുക്കാർക്കും ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയില്ല, കാരണം ഇൻഫെക്ഷൻ ആവുന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയില്ല, ഉമ്മ മാത്രമേ ഉണ്ടായിട്ടു. അങ്ങനെ അത് കഴിഞ്ഞ് അവർ വീഡിയോ കോൾ ആക്കിയിരുന്നു നമുക്ക്. അപ്പം അവർ രണ്ടാളെ മുഖം കണ്ട ആ ഒരു ഹാപ്പിയാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. Okay. Okay, okay, Masrifa. Sachina. Sumaya Jaffer. Sumaya. യെസ് മാം. Sumaya പറയൂ. ലൈഫില് ഹാപ്പി ഉണ്ടായ മൊമെന്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. ഏതൊക്കെ പറയും? ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്, ഞങ്ങൾ 2 പെൺകുട്ടികളായിരുന്നു, ഞാൻ എൻ്റെ സിസ്റ്ററും. എനിക്കൊരു ഇത്തായാണ്. വീട്ടില് ആമക്കളില്ലാത്തതുകൊണ്ട് വാപ്പാക്ക്, ഞങ്ങളുടെ വാപ്പച്ചിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മോൻ വേണം എന്നുള്ളത്. അപ്പം ഞങ്ങളുടെ വീട്ടില് മിഡിൽ ലെവലിലെ ഫാമിലി ആയതുകൊണ്ട് വാപ്പച്ചി പണ്ട് ജോലിക്കൊക്കെ പോയി അങ്ങനെയുള്ള ഇതായിരുന്നു. വാപ്പാക്ക് ഒരു വണ്ടി ഓടിക്കാനോ അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു. വാപ്പ എപ്പോഴും പറയും എനിക്കൊരു മോനുണ്ടായിരുന്ന ഒരു വണ്ടി എടുത്ത് കൊടുക്കായിരുന്നു,
അവ ഓടിച്ച് എന്നെ എവിടെയൊക്കെ കൊണ്ടുപോയേനെ അങ്ങനെയൊക്കെ പറയുമായിരുന്നു. പക്ഷെ എനിക്ക് വണ്ടി ഓടിക്കാൻ എന്ന് പറയുന്ന അത് വിദൂരമായ സ്വപ്നങ്ങളിൽ നിന്നുള്ള ഒരിതാണ്. ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല വണ്ടി ഓടിക്കാൻ കഴിയും അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അങ്ങനെ എന്തായാലും വാപ്പ ഒരു 2019 ആയപ്പോൾ വാപ്പ മരിച്ചു. വാപ്പാക്ക് ചെറിയ കിഡ്നി ഫെയിലിയർ ഉണ്ടായിരുന്നു. അങ്ങനെ വാപ്പ മരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇക്കാര്യടുത്ത് ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാപ്പാക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എന്നിട്ടും ഞാനത് ഓടിക്കാം എന്നുള്ളൊരു വിചാരം എനിക്ക് ഉണ്ടായില്ല. ഓടിക്കാൻ പറ്റുന്നോ ഓടിക്കാൻ പഠിക്കുന്നോ ഉള്ളൊരു ഇത് ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ അതിന് എഫർട്ട് എടുത്തിട്ടുമില്ല. അങ്ങനെ ഇക്ക പറഞ്ഞു നീ എന്തായാലും ഗൾഫിൽ കയറി പോയപ്പോഴത്തേക്ക് വീട്ടിലുള്ള കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും സ്കൂളിൽ കൊണ്ടുപോകാനും എല്ലാത്തിനും ഓട്ടോ വിളിച്ച് പോകാനും അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും കാർ എടുത്തോണ്ട് വന്ന് അതിനകത്ത് കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ. അപ്പൊ പറഞ്ഞു എന്നും എല്ലാവരെയും ഇങ്ങനെ വിളിക്കാനും എടുക്കാനും ഓട്ടോക്കൂലി തന്നെ ഒരുപാട് ആവത്തില്ലേ. അപ്പൊ നീ എന്തായാലും ഒന്ന് നോക്ക്, ഒരു ശ്രമിച്ച് നോക്ക്, പറ്റുമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് ഇക്കാലത്ത് പറയാതെ പോയി ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു എന്തായാലും തിങ്കളാഴ്ച മുതൽ വാ, എന്തായാലും പഠിക്കുവല്ലേ, രണ്ടും കൂടെ എടുക്കാം എന്ന് പറഞ്ഞു. 2 എടുക്കാം 4 എടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട സാറേ, ഞാൻ എന്തായാലും 2 വേണ്ടി ഒന്ന് നോക്കട്ടെ, ആദ്യമായിട്ടാണ് ഞാൻ ഇതിനകത്ത് പിടിച്ചു നോക്കിയിട്ട് പോലും ഇല്ല, ബാക്കിലിരുന്ന് പോകുന്നതല്ലാതെ എനിക്ക് ഫ്രണ്ടിൽ ഇരുന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് സാറ് എന്തായാലും അവിടുത്തെ സാർ എന്തായാലും നല്ല കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞു എന്തായാലും വാ എന്ന് പറഞ്ഞു. അങ്ങനെ തിങ്കളാഴ്ച മുതൽ തന്നെ പോയിട്ട് ലൈസൻസ് 2ഉം 4ഉം ഞാൻ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ എൻ്റെ ബർത്ത്ഡേ ഡിസംബർ 12-ാം തീയതി ആയിരുന്നു. സർപ്രൈസ് ആയിട്ട് അനിയനെ വിളിച്ചു പറഞ്ഞു സ്കൂട്ടി മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാ സ്കൂട്ടി എന്തിനാ, അപ്പം പറഞ്ഞു അത് ജാഫർ വിളിച്ച് പറഞ്ഞിട്ടാണ് പിന്നെ എടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം അപ്പൊ ഞാൻ ഈ കാർ പുറത്ത് സ്കൂട്ടി കിടക്കുമ്പോ ഞാൻ പഠിച്ചു ഞാൻ ഈ സ്കൂട്ടി എങ്ങനെ ഓടിക്കുന്നത്, എനിക്ക് വേണ്ടി ഓടിക്കാൻ തന്നെയാണ്. ഇത് കാണുമ്പോ തന്നെ എനിക്ക് പേടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോയി എന്തായാലും അപ്പൊ എന്റെ നാത്തൂന്റെ മോക്കാണെങ്കിൽ സ്കൂട്ടി ഓടിക്കാൻ അറിയാം. അവള് ഇളയ നാത്തൂനെ പഠിപ്പിക്കാനായിട്ട് പറഞ്ഞ് ഇത്ത വാ ഞാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു, നാത്തൂനോട് പറഞ്ഞു. പക്ഷെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു എടി ഇത് പുതിയ സ്കൂട്ടി അല്ല, ഞാൻ എടുത്തോണ്ട് പോയാ ഇത് മറിഞ്ഞെങ്ങാനും വീഴോ എവിടെയെങ്കിലും തട്ടി വീഴോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അപ്പൊ നീ ഒന്ന് കാര്യം ചെയ്യ്, നീ ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് ഒരു തേരിയ, അപ്പൊ നീ എനിക്കൊന്ന് തേരി ഒന്ന് കയറ്റി തരുമോ, ഞാൻ റോഡിൽ പോയി ഓടിക്കാന്ന് പറയുമ്പോ അവള് അത് കേട്ടില്ല. മറ്റവരെ പഠിക്കാനായിട്ട് അവക്കുള്ള സ്കൂട്ടി എടുത്തോണ്ടൊക്കെ പോയി. അപ്പൊ അതൊരു വാശിയായി എനിക്ക്. എന്തായാലും ഞാൻ എടുത്ത് വീഴുന്നെങ്കിൽ വീഴട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുതിയ സ്കൂട്ടി എടുത്ത് ഓടിച്ച് തേരി എല്ലാം ഓടിച്ച് കയറി മെയിൻ റോഡിൽ പോയി 5-6 റൗണ്ട് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഓടിച്ച് കണ്ടപ്പോ അവര് വിചാരിച്ചു ഞാൻ ഇപ്പം വീഴുമായിരിക്കും എന്ന് കഴിഞ്ഞു. പക്ഷെ അവരുടെ മുമ്പിൽ നല്ല രീതിയിൽ ഓടിച്ചു, മറ്റേ ആള് വീണു. പക്ഷെ അവര് വീണത് കൊണ്ടല്ല, പക്ഷെ ഞാൻ അത് ഓടിച്ചപ്പോ എനിക്കൊരു സന്തോഷമായി. Okay. Yes. Okay. Very good. Nice. Okay, സുമയ. ഇനി ആരാണ്? മോനിഷ ഉണ്ടോ? മോനിഷ. ഉണ്ട് മാം. മോനിഷ പറയൂ, ചെറുതായിട്ട് പറയണേ. ഓക്കെ മാം. വലുതായിട്ടൊന്നുമല്ല, ഞങ്ങൾ ഈ പറഞ്ഞ പോലെ 2 പെൺമക്കളാണ് ഞങ്ങളുടെ വീട്ടില്. അപ്പോ ഹലോ മാം, സോറി കട്ടായി. അപ്പോ ആൺകുട്ടിയില്ലാത്ത സങ്കടം എന്നും വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ അച്ഛനാണെങ്കിൽ ആൺകുട്ടികളെ കൂടുതൽ ഇഷ്ടം. അമ്മ പ്രഗ്നൻസി ഉള്ള സമയത്ത് രണ്ട് മാമക്കളാവണമെന്ന് കുറെ ആഗ്രഹിച്ചിട്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ 2 പേരും പെൺമക്കളെ. അച്ഛൻ ഭയങ്കര സങ്കടം, ഹോസ്പിറ്റലിൽ ഒന്നും കാണാണ്ട് വരെ വരാതിരുന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ പ്രഗ്നന്റ് ആയപ്പോൾ എന്റെ അച്ഛൻ പറഞ്ഞു നീ ആൺകുട്ടി പ്രസവിച്ചാൽ മതി എന്നായിരുന്നു. പക്ഷെ എനിക്ക് ആദ്യം ഉണ്ടായത് പെൺകുട്ടിയായിരുന്നു. അപ്പൊ രണ്ടാമത് കൺസീവ് ചെയ്തപ്പോ അച്ഛൻ പറഞ്ഞു ആൺകുട്ടിയാണെങ്കിൽ മാത്രം നിന്നെ നോക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ നോക്കില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ സത്യം പറഞ്ഞാൽ പ്രഗ്നൻസി ആയതന്നെ സെക്കൻഡ് കൺസീവ് ആവുമ്പോൾ വിളിച്ചു ദൈവം എനിക്ക് ആൺകുട്ടിയാണെങ്കിൽ മാത്രം കൺസീവ് ആയാൽ മതി, അല്ലെങ്കിൽ ആവരുത് എന്ന് പറഞ്ഞു. ഞാൻ ആ 10 മാസവും ഭയങ്കര പേടിയായിരുന്നു, എങ്ങനെ പെൺകുട്ടിയാവോ. പക്ഷെ എനിക്ക് പെൺകുട്ടിയെ ഇഷ്ടം, അച്ഛന് വേണ്ടി മാത്രം. ഞാൻ പ്രസവിക്കുന്നവർക്ക് ടെൻഷനായിരുന്നു. പ്രാർത്ഥിക്കാത്ത ഒരു ദൈവവും ഇല്ല, ഇനി ഒരു വഴിപാട് ബാക്കിയുമില്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഡെലിവറി കഴിഞ്ഞ്
ഡെലിവറി കഴിയുമ്പോ എനിക്ക് എന്ത് കുട്ടിയെ ചോദിക്കാൻ ഭയങ്കര പേടി. ഡോക്ടർ എങ്ങാനും പെൺകുട്ടിയാണെന്ന് പറയുമോ പറഞ്ഞിട്ട്. അവസാനം ഡോക്ടർ ഇങ്ങോട്ട് ചോദിച്ചു, നീ എന്താ എന്ത് കുട്ടിയെ ചോദിക്കാത്ത? അല്ല, എന്റെ അച്ഛന് ആൺകുട്ടിയാണ് വേണ്ടത്. അപ്പൊ എനിക്ക് എന്ത് കുട്ടിയെ ചോദിക്കാൻ പേടിയാണ് എന്ന് പറഞ്ഞപ്പോ, പേടിക്കേണ്ട, ആൺകുട്ടി തന്നെയാണ് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഡോക്ടർ പുറത്ത് പോയിട്ട് കുട്ടീനെ എടുത്തിട്ട് ആരാ മോൻഷിന്റെ അച്ഛനാരാ? മോൻഷിന്റെ അച്ഛന് വേണ്ടി പ്രസവിച്ചതാണ് അവള്, അതുകൊണ്ട് മോൻഷിന്റെ അച്ഛനെ തന്നെ കൊടുത്തേക്കെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് എന്റെ അച്ഛൻ 66 വയസ്സ്, ഭയങ്കര ഹാപ്പിയാണ്. എന്റെ മോനില്ല എന്ന് പറഞ്ഞപ്പോ ഒന്നുമില്ല. Okay. Then Harishma. മാം കേക്കുന്നുണ്ടോ മാം? ഇവിടെ റേഞ്ച് ഒന്നുമില്ല, ഞാൻ റോഡിൽ വന്ന് നിൽക്കുക. അതെ, 2-3 ഉണ്ട് കേട്ടോ. റസ്ലിനെ അടുത്ത് പറഞ്ഞത് അത് കേൾക്കാൻ വേണ്ടിട്ട് എന്നെ പ്രലോഭിപ്പിച്ചോണ്ടിരിക്കും, പക്ഷെ അതല്ല പറയുന്നത്. മാം എനിക്ക് പണ്ട് തൊട്ടുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് യൂണിഫോം ജോബ് ഭയങ്കര ആഗ്രഹമായിരുന്നു. എപ്പോഴും അത് മാത്രം ബുക്കിലൊക്കെ എഴുതി ഇങ്ങനെ വെക്കും. എന്തായാലും മതി, പോലീസിലോ എക്സൈസിലോ ITBP-യിലോ അങ്ങനെ എന്തെങ്കിലും മതി എന്നുള്ള സ്വപ്നത്തില് മാത്രം ജീവിച്ചു നടന്നേ ഞാൻ. അപ്പോ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോ 2017 ITBP-യുടെ റിക്രൂട്ട്മെന്റ് നടക്കായിരുന്നു. അപ്പോൾ എനിക്ക് സെലക്ഷൻ കിട്ടി, ഞാൻ പോയി. മധുരയിൽ വെച്ചായിരുന്നു. അപ്പോ നമ്മൾ ചെല്ലുമ്പോ തന്നെ വെളുപ്പിനെ 4 മണിക്ക് ഗ്രൗണ്ടിൽ കയറണം. ഗ്രൗണ്ടിൽ കയറാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നപ്പോ തന്നെ, ഞങ്ങൾ എത്തിയപ്പോ തന്നെ ഭയങ്കര ആളെന്ന് പറഞ്ഞാല് ഭയങ്കര തിരക്ക് അവിടെ. അപ്പോ 4:30 ആയപ്പം എല്ലാം വെരിഫിക്കേഷൻ കഴിഞ്ഞ് എല്ലാരും ഗ്രൗണ്ടിലേക്ക് കയറ്റി വിട്ടു. അപ്പോ അവിടെ എത്തി 4 മണി അപ്പൊ നോക്കിയപ്പോ ഒരുപാട് കുട്ടികളുണ്ട്. കേരളത്തിനെ പ്രതിനിധീകരിച്ച് ഞങ്ങൾ 4 ആളെ ഉണ്ടായിരുന്നുള്ളൂ. 2 മലപ്പുറംകാര്, ഒരു പത്തനംതിട്ട, ഒരു ട്രിവാൻഡ്രം. ഞങ്ങൾ 4 പേര് മലയാളികൾ, ബാക്കി മൊത്തം തെലുങ്കാനക്കാരായിരുന്നു. അന്നേരം ഒരു 4:30-ക്ക് കയറ്റി ഒരു 5, 6, 7 മണിയായിട്ടും ഞങ്ങളെ വിളിച്ചിട്ടില്ല. അപ്പോ വെള്ളം കുടിക്കാൻ ദാഹിച്ചിട്ട് ഹിന്ദിയിൽ വേണം നമ്മൾ സംസാരിക്കാൻ. നമുക്ക് ഹിന്ദിയൊക്കെ വളരെ അറിയാവുന്നതുകൊണ്ട് അറിയാവുന്നവരെയൊക്കെ തപ്പിപ്പിടിച്ച് കുറച്ച് വെള്ളമൊക്കെ ചോദിച്ചിട്ട് അവരാരും വെള്ളം തന്നില്ല. കാരണം ഇത് കഴിയുന്നത് വരെ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 9:30 ആയപ്പോ ഞങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് കുഴഞ്ഞു പോയി. എന്ന് വെച്ചാൽ ശരീരം പാടെ പോയി, ആർക്കും ഒരടി അനങ്ങാൻ വയ്യ. അപ്പൊ നമുക്ക് 8 എണ്ണത്തിൽ 5 നമ്മൾ നേടിയേക്കണം. 5 എണ്ണം വാങ്ങിയാൽ മാത്രമേ നമ്മളെ അടുത്ത സ്കിൽ ടെസ്റ്റിലേക്ക് കയറ്റത്തുള്ളൂ. പക്ഷേ 4 എണ്ണം പാസ്സായി, 5-മത്തതിൽ ഞാൻ വീണുപോയി. അതായത് ആദ്യത്തെ 100 മീറ്ററും പിന്നെ ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോർട്ട് പുട്ട്, പിന്നെ ഷട്ടിൽ റേസ്, ഈ 4 എണ്ണം കഴിഞ്ഞിട്ട് പിന്നെയും ഗേൾസിന് 200 മീറ്റർ ഓട്ടം വെച്ചു. അപ്പോഴത്തേക്ക് ശരീരം കുഴഞ്ഞിട്ട് ഓടിയെത്താൻ പറ്റിയില്ല. അപ്പൊ പുറത്ത് അമ്മയും ഞാൻ എല്ലാവരോടും വാക്ക് പറഞ്ഞിട്ട് പോയി, ഇതിൽ ഞാൻ നേടിയെടുത്തിരിക്കും, എന്റെ സ്വപ്നമാണെന്നൊക്കെ വാചകം അടിച്ചു പോയിട്ട് അപ്പൊ തന്നെ ഇറങ്ങി പോന്നു. ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാല് അവിടുന്ന് മധുര മുതൽ ഈ പത്തനംതിട്ട വരെ കരഞ്ഞു കൂവി വിഷമം സഹിക്ക വയ്യാതെ തിരിച്ചു പോകുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇപ്പൊ എന്നെ കല്യാണം കഴിച്ചിരിക്കുന്ന എന്റെ കെട്ടിയവൻ അന്ന് എന്റെ ലൈനാട്ടോ. അന്ന് പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു, എടി ഇപ്പൊ നിനക്ക് 18 വയസ്സല്ലേ ആയിട്ടുള്ളൂ, സമയം കിടക്കുവല്ലേ എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ അങ്ങനെ ഡിഗ്രി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് DED എന്ന് പറയുന്ന കോഴ്സ് ചെയ്തു. അതിനിടെ കൂടെ PSC ട്രൈ ചെയ്തു. PSC ആയിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. രാവും പകലും ഒക്കെ PSC ഫോക്കസ് ചെയ്തു. അങ്ങനെ LDC-യിൽ ഞാൻ റാങ്ക് ലിസ്റ്റ് വന്നു. അപ്പൊ ഞാൻ കരുതി LDC-യിൽ റാങ്ക് ലിസ്റ്റ് വരെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് എക്സൈസിലും പോലീസിലും ഒക്കെ ട്രൈ ചെയ്തുവിടാന്ന് വിചാരിച്ചിട്ട് പത്തനംതിട്ട ജില്ലയിൽ മൊത്തവും, കൊല്ലം ജില്ലയും പത്തനംതിട്ട ജില്ലയും അടുത്ത് കിടക്കുന്നത് കൊണ്ട് ഈ കൊല്ലം ജില്ലക്കാരൊക്കെ ഞങ്ങളുടെ ജില്ലയിൽ വരും പരീക്ഷ എഴുതാൻ. അപ്പം നമുക്ക് അവരുടെ മുന്നിൽ പിടിച്ചിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നേരെ അങ്ങ് മലപ്പുറം പോയി. കാരണം എന്താന്ന് വെച്ചാൽ എന്റെ കെട്ടിയവന്റെ അടുത്ത് പറഞ്ഞു, മലപ്പുറത്തുള്ളവരെയൊക്കെ 18, 16 വയസ്സിൽ കെട്ടിച്ചു വിടുന്നതുകൊണ്ട് അവരുള്ളവരൊന്നും പഠിക്കാനായിട്ട് നേരെ മുന്നോട്ട് ഇറങ്ങുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, മലപ്പുറം വെച്ചു എക്സാം. അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കുറെ പരീക്ഷ എഴുതി. പക്ഷേ ഒന്നിനും കിട്ടാതെ വന്നു. അങ്ങനെ 2020 കേരള പോലീസിന്റെ ലിസ്റ്റില് ഞാൻ മലപ്പുറം ജില്ലയിൽ കിട്ടി. അങ്ങനെ ലിസ്റ്റിൽ വന്നപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര സന്തോഷം വന്നു. അതിന്റെ പിന്നാലെ തന്നെ ഞങ്ങളുടെ ജില്ലയിൽ തന്നെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് 3 എക്സൈസിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ അതിലൊന്നിലും ഞാനുണ്ടായി. അപ്പോ എന്നെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ചിങ്ങനെ നിന്നപ്പോൾ ഈ കഴിഞ്ഞ 2 മാസം മുന്നേ എനിക്ക് പോലീസിന്റെ ഫിസിക്കൽ ടെസ്റ്റിലേക്കുള്ള ഡോക്യുമെന്റ്സ് എല്ലാം വെരിഫിക്കേഷന് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാം അയച്ചിട്ടുണ്ട്. അടുത്ത ഓഗസ്റ്റ് 28-ന് എന്റെ പോലീസിന്റെ ഫിസിക്കൽ ടെസ്റ്റ് ആണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും
ഏറ്റവും വലിയ മൊമെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് എന്റെ ഹസ്ബൻഡിനെ കിട്ടിയതാണ്. പക്ഷെ അതിലുപരി എനിക്ക് ഇതാണ് ഇപ്പൊ ഏറ്റവും വലിയ ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു മൊമെന്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പം എല്ലാരും പറഞ്ഞു നീ ഇപ്പോ 8 എണ്ണത്തിൽ 5 എണ്ണം പാസ്സാവണം. അപ്പൊ ഞാൻ റണ്ണിങ് അങ്ങ് ഒഴിവാക്കി പകരം സ്കിപ്പിംഗ് ഏറ്റെടുത്തേക്കുക. അപ്പൊ ഒരു 80 ടൈം നമ്മുടെ സ്കിപ്പിംഗ്. അങ്ങനെ ഞാൻ വീട്ടിലുള്ള വള്ളിയും കയറും ഷാളും എല്ലാം വെച്ചിട്ട് ഇങ്ങനെ ചാടി നടക്കും. അപ്പൊ അതാണ് എന്റെ ഏറ്റവും വലിയ മൊമെന്റ്. എല്ലാം ഓക്കെ അമ്മ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. ഏറ്റവും ഹാപ്പിയസ്റ്റ് ആണ് അല്ലേ? ഹാപ്പിയസ്റ്റ് മൊമെന്റ് തന്നെയാണ്. അതിലേക്ക് അതെ എത്തിക്കൊണ്ടിരിക്കുന്നത് അതെ അല്ലേ? അതെ താങ്ക് യു മാം. അപ്പൊ എല്ലാവരും ഭാവങ്ങളും നേരുന്നു അല്ലെ? ഞങ്ങൾ എല്ലാവരും. അപ്പൊ നമുക്കും ഒരു അഭിമാനമാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരു പോലീസ് ഉള്ളത് അല്ലെ? ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ സെഷനിൽ നിന്ന് ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാം. സമയം കഴിഞ്ഞു. ഓക്കെ, സൈൻ ഔട്ട് ആരാണ് പറയുന്നത്? സൈൻ ഔട്ട് ഞാനാണ് മിസ്. ഒരു കഥയാണ് പറയാൻ പോണ മിസ്. ഒരു ചെറിയ കഥ. അതില് ഒരിക്കലും 2 കൂട്ടുകാര് മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ യാത്രക്കിടയിൽ ഒരു തർക്കത്തെ തുടർന്ന് ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരനെ തല്ലി. അടികൊണ്ട കൂട്ടുകാരനെ ഒരുപാട് വേദനിച്ചു. പക്ഷെ അവൻ ഒന്നും പറഞ്ഞില്ല. മറിച്ച് ആ മണലിൽ അവൻ എഴുതി, ഇന്ന് എന്റെ പ്രിയ കൂട്ടുകാരൻ എന്റെ മുഖത്തടിച്ചു. അങ്ങനെ അവർ വീണ്ടും യാത്ര തുടർന്നു. യാത്രയുടെ ഇടയിൽ അവർക്ക് ഒരു മരുപ്പച്ച കണ്ടെത്താൻ സാധിച്ചു. അങ്ങനെ അവർ രണ്ടാളും അതിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഇറങ്ങി. അപ്പോ ആദ്യത്തെ അടികൊണ്ട ആള് ചെളിക്കുണ്ടിൽ അകപ്പെട്ട് മുങ്ങാൻ തുടങ്ങി. പക്ഷെ അവന്റെ പ്രിയ കൂട്ടുകാരൻ അവനെ രക്ഷിച്ചു. ആ ഷോക്കിൽ നിന്ന് അവൻ തിരിച്ചു വന്നപ്പോൾ അവിടെയുള്ള ഒരു കല്ലിൽ അവൻ കൊത്തി എഴുതി, ഇന്ന് എന്റെ പ്രിയ കൂട്ടുകാരൻ എന്റെ ജീവൻ രക്ഷിച്ചു. അവനെ അടിച്ചതും അവന്റെ ജീവൻ രക്ഷിച്ചതുമായ അവന്റെ കൂട്ടുകാരൻ അവനോട് ചോദിച്ചു, ഞാൻ നിന്നെ വേദനിപ്പിച്ചപ്പോൾ നീ അത് മണലിൽ എഴുതി, എന്നാൽ ഇപ്പോ എന്തുകൊണ്ടാണ് നീ അത് കല്ലിൽ എഴുതിയത്? അപ്പൊ കൂട്ടുകാരൻ പറഞ്ഞു, ആരെങ്കിലും നമ്മളെ വേദനിപ്പിക്കുമ്പോൾ അത് നമ്മൾ മണലിൽ എഴുതി വെക്കണം. അവിടെ ക്ഷമാശീലമുള്ള കാറ്റിന് അതിനെ മായ്ച്ചു കളയാൻ സാധിക്കും. പക്ഷെ ആരെങ്കിലും നമ്മളെ നല്ലത് ചെയ്താല് അത് നമ്മൾ കല്ലിൽ കൊത്തിവെക്കണം, ഒരു കാറ്റിനും മായ്ക്കാൻ പറ്റാത്ത പോലെ. നമ്മുടെ ജീവിതത്തിൽ നമ്മെ സ്നേഹിക്കുന്നവർക്കും നമ്മൾ സ്നേഹിക്കുന്നവർക്കുമാണ് വസ്തുക്കളെക്കാളും നമ്മുടെ അഭിമാനങ്ങളെക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ സൗഹൃദങ്ങൾ നാം എന്നും ഇങ്ങനെ തന്നെ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കണം. Thank you for sharing your wonderful happiest moments in your life, dear friends, and thank you ma'am for your wonderful class. Signing out by Anita Sabina. Thank you ma'am. എന്തായി ചെന്നതാ? നന്നായിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിന്റെ പേര് പറയോ? ഫ്രണ്ടിന്റെ പേരൊന്ന് പറയാൻ. പ്രസീത പറഞ്ഞതാ ഫ്രണ്ടിന്റെ പേര് മനസ്സിലായി. ഇപ്പൊ തന്നെ ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആള്.